ജോയിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ മൂന്നാം ദിവസവും തുടരുകയാണ്. വലിയ കഠിന പ്രയത്നത്തിലാണ് ശുചീകരണ തൊഴിലാളികൾ. ഒപ്പം സ്കൂബ ടീമുണ്ട്, NDRF സംഘമുണ്ട്, നഗരസഭയുടെ ജോലിക്കാരുടെ ഇവരൊക്കെ വലിയ തോതിൽ ആ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതടക്കം നിരവധി വാർത്തകൾ നമുക്കറിയാം. 7 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ ഇപ്പോഴും കേരളത്തിൽ ഉടനീളം തുടരുകയാണ്. പ്രധാനപ്പെട്ട 7 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ യൂറോ കപ്പിലേക്ക് തന്നെ പോകാം. സ്പെയിനാണ് യൂറോ കപ്പ് കിരീടം ഇത്തവണ. 3ാം തവണയാണ് സ്പെയിൻ കിരീടം സ്വന്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം എന്ന തരത്തിലേക്ക് കൂടി സ്പെയിൻ മാറുന്ന പശ്ചാത്തലമുണ്ട്. ഇംഗ്ലണ്ടിനെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് സ്പെയിൻ തകർത്തത്. 86ാം മിനിറ്റിൽ ഓയർ സലാബാണ് വിജയ ഗോൾ നേടിയത്. തുടർച്ചയായ 2ാം തവണയും ഫൈനലിൽ ഇംഗ്ലണ്ടിന് അടിതെറ്റുകയായിരുന്നു. അങ്ങനെ ഇംഗ്ലണ്ടിന്റെ കായിക പ്രേമികൾ, ഫുട്ബോൾ പ്രേമികൾ കണ്ണീരോടെയാണ് ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്നത്. ER രാഗേഷും എൽദോ പോളും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. എൽദോ, ആവേശകരമായൊരു മത്സരമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. സ്പെയിൻ തുടർച്ചയായി കിരീട നേട്ടം സ്വന്തമാക്കുന്നു. എങ്ങനെ വിലയിരുത്താം മത്സരത്തെ? രഞ്ജിത്ത്, ഈ മത്സരം ഈ ലോകം മുഴുവൻ നോക്കിയ ഒരു മത്സരമാണ്. കാരണം യൂറോ കപ്പ് ഫൈനൽ എന്നാൽ അത് ലോക ഫുട്ബോളിൽ തന്നെ ഇത്തില്ലെന്ന് വിശേഷിപ്പിക്കുന്ന യൂറോപ്പിന്റെ ഫൈനൽ പോരാട്ടമായതുകൊണ്ട് തന്നെ ഭൂഖണ്ഡങ്ങൾക്കും അപ്പുറമാണ് ഒരു ഫുട്ബോൾ ആവേശം. അപ്പോൾ അത്രമാത്രം കാത്തിരുന്ന ഒരു ഫുട്ബോൾ പോരാണ് സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിൽ. കഴിഞ്ഞ യൂറോ കപ്പിന്റെ ഫൈനലിൽ ഇറ്റ്സ് ഹോം കമ്മിങ് എന്നുള്ളതായിരുന്നു. വീട്ടിലേക്ക് കപ്പെത്തുന്നു. ഇംഗ്ലണ്ടിൽ നടന്ന മത്സരമായതുകൊണ്ട് തന്നെ അത് ഹോം കമ്മിങ് എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടിയാണ് ഇംഗ്ലീഷ് ആരാധകർ അത് നേരിട്ടത്. പക്ഷേ അവിടെയും ഇംഗ്ലണ്ടിന് ഫൈനലിൽ പതറി. അന്ന് ഇറ്റലിയുടെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റുവെങ്കിൽ ഇത്തവണ പരാജയം അത് സ്പെയിനിന് മുന്നിലായിരുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. സ്പെയിന്റെ യുവനിര വളരെ ശ്രദ്ധേയമായിട്ട് നേട്ടം കൈവരിച്ച ഒരു ടൂർണമെന്റാണ്. മാത്രമല്ല തോൽവി അറിയാതെ മുന്നേറിയ ഒരു സംഘമാണ് സ്പെയിൻ ഈ ടൂർണമെന്റിൽ. അതിന്റെ ഒരു ജയിച്ചയാത്ര ഫൈനലിലും തുടർന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ഫൈനലിൽ വേണ്ട ആവേശം, മികവ് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയകരമാണ്. എന്താണെങ്കിലും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 47ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ വരുന്നത്. 47ാമത്തെ മിനിറ്റിൽ നിക്കോ വില്യംസ് ആദ്യം സ്കോർ ചെയ്യുന്നു സ്പെയിന് വേണ്ടി. പിന്നീട് 86ാം മിനിറ്റിലാണ് മിക്കേൽ ഓയർ സബാൽ സ്പെയിനിന്റെ ഗോളിനെ 2 ഉയർത്തുന്നത്. പകരക്കാരനെത്തിയ പാമറാണ് ഇംഗ്ലണ്ടിന്റെ ആശ്വാസ ഗോൾ. അത് 73ാം മിനിറ്റിലായിരുന്നു. ഏറ്റവും ഒടുവിൽ അവസാന സെക്കൻഡുകളിൽ ഒരു ഗോൾ ശ്രമമൊക്കെ ഉണ്ടായെങ്കിൽ പോലും അത് ഡാനി ഓൾമോയുടെ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ ഗോൾ തടയുകയായിരുന്നു. എന്താണെങ്കിലും മനോഹരമായിട്ടുള്ള അവസരങ്ങൾ ഇംഗ്ലണ്ട് തുറന്നെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ജയം അത് സ്പെയിനൊപ്പമായിരുന്നു. അങ്ങനെ 4 പ്രാവശ്യം യൂറോ കപ്പ് നേടുന്ന ആദ്യ ടീമായി സ്പെയിൻ മാറുകയും ചെയ്തു. 2ാം ഭാഗത്തിൽ തുടക്കത്തിൽ തന്നെ സ്പെയിൻ ലീഡെടുത്തിരുന്നു. പോൾ പാമറുടെ മറുപടി ഗോളിലൂടെ ഇംഗ്ലണ്ട് തരിച്ചുപോയി. എന്നാൽ 86ാം മിനിറ്റിൽ ഓയർ സബാലാണ് സ്പെയിന്റെ രക്ഷയ്ക്കെത്തിയത്. 89ാം മിനിറ്റിൽ ഒരു കോർണർ കിക്കാണ് സ്പെയിൻ ഗോളി ഉനൈ സിമോണും ഓൾമോയും ചേർന്ന് തടഞ്ഞ് മത്സരത്തിൽ നിർണായകമായത്. അങ്ങനെ എന്താണെങ്കിലും മത്സരം അത് സ്പെയിൻ സ്വന്തമാക്കി. സ്പെയിനിന്റെ യുവനിര ഒരുപക്ഷെ ഇനിയുള്ള ഫുട്ബോൾ മുഹൂർത്തങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സംഘമായിരിക്കും സ്പാനിഷ് ഈ യുവനിര സംഘം. രഞ്ജിത്ത്, ER രാഗേഷ് കൂടി ഉണ്ട്. രാഗേഷ്, ഈ ഗോൾ നേട്ടം യാദർച്ഛികവും ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ടീമിന്റെ യൂറോ കപ്പ് കിരീടം ഒട്ടും യാദർച്ഛികമാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ബെർലിന്റെ ഒളിമ്പിയ സ്റ്റേഡിയോണിൽ യൂറോ കപ്പ് കിരീടദാനത്തിൽ അവസാനിച്ച സ്പാനിഷ് ഫുട്ബോൾ ടീമിന്റെ ജൈത്രയാത്ര ഇക്കുറി എല്ലാവരും പ്രതീക്ഷിച്ചാണ്. കാരണം അത്രത്തോളം കേളി മികവ് വലതലത്തിൽ ഉണ്ടായിരുന്നു സ്പെയിനിന്റെ ഈ ടൂർണമെന്റിൽ ഉടനീളം. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ അപ്രവചനീയമായ സ്വഭാവം കൊണ്ട് മാത്രമാണ് ന്യായമായ ചില സംശയങ്ങൾ ഉണ്ടായത് എന്ന്. പക്ഷെ അതിനെയൊക്കെ കവച്ചുവെക്കുന്ന ഒരു കിരീട നേട്ടത്തിലേക്ക്, ഈ മത്സരത്തിന്റെ വിലയിരുത്തലിലേക്ക് എങ്ങനെ പോകാം? രഞ്ജിത്ത്, ഈ ടൂർണമെന്റിന്റെ ഫേവറേറ്റുകൾ ആര് എന്ന ചോദ്യത്തിന് ആദ്യം മുതൽ ഉയർന്നിരുന്ന ഉത്തരം, അല്ലെങ്കിൽ ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, സ്പെയിൻ എന്നുള്ളതായിരുന്നു. അതിപ്പോൾ ഏതായാലും ശരിവെച്ചിരിക്കുകയാണ്. സ്പെയിൻ വീണ്ടും യൂറോ ജേതാക്കളായിരിക്കുന്നു. 4ാം തവണ സ്പെയിൻ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. ഈ മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യ പകുതി വിരസമായിരുന്നു. പ്രത്യേകിച്ച് 2 ടീമുകളും പ്രതിരോധത്തിലൂന്നിക്കൊണ്ട് സൂക്ഷ്മതയോട് കൂടി കളിച്ചു എന്ന് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഗോളൊന്നുമില്ലാത്ത ആദ്യ പകുതി, പ്രത്യേകിച്ച് സ്പെയിൻ്റെ താരങ്ങൾ ചില മുന്നേറ്റങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷ് ഗോൾ മുഖത്തേക്ക് നടത്തി. പക്ഷേ ഇംഗ്ലീഷ് പ്രതിരോധ നിരയിൽ അതെല്ലാം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. പക്ഷേ 2ാം പകുതിയിലാണ് 3 ഗോളുകളും പിറന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വിജയ ഗോൾ ഉൾപ്പെടെ 3 ഗോളുകളും പിറന്നത്
രണ്ടാം പകുതിയിലാണ്. അതായത് രണ്ടാം പകുതി ആരംഭിച്ച് 60 സെക്കൻഡിനുള്ളിൽ താണ് ആദ്യ ഗോള് സ്പെയിൻ നേടുന്നത്. നിക്കോ വില്യംസ് ആണ് ആ ഗോൾ സ്വന്തമാക്കിയത്. ഈ ടൂർണമെന്റിൽ തന്നെ അത്ഭുതം എന്ന് വിശേഷിക്കപ്പെടുന്ന യമാലിന്റെ പാസിൽ നിന്നായിരുന്നു ആ ഗോളിന്റെ പിറവി. അതിനുശേഷം ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ചില സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഇംഗ്ലണ്ട് നടത്തുന്നു. ഇംഗ്ലണ്ടിന്റെ നായകനായ ഹാരി കെയ്നെ 60-ാം മിനിറ്റിൽ പിൻവലിക്കുന്ന തീരുമാനം പോലും കോച്ച് ഗാരി സൗത്ത്ഗേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ പാർമറിനെ 70-ാം മിനിറ്റിൽ ഇറക്കുന്നു. ഏതായാലും പലപ്പോഴും ഈ ടൂർണമെന്റിൽ പലപ്പോഴും സൗത്ത്ഗേറ്റ് സബ്സ്റ്റിറ്റ്യൂഷനുകൾ മത്സരങ്ങളെ ഇംഗ്ലണ്ടിനെ തിരിച്ചു കൊണ്ടുവന്നത് കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഇന്നും അത് തന്നെയാണ് കണ്ടത്. 70-ാം മിനിറ്റിൽ പാമർ സബ്സ്റ്റിറ്റ്യൂട്ടായി കളത്തിലേക്ക് വരുന്നു. 74-ാം മിനിറ്റിൽ അതിന്റെ ബലവും ഇംഗ്ലണ്ട് കാണുന്നു. 74-ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് അങ്ങനെ മറുപടി നൽകുകയാണ് സ്പെയിനിന്. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ സ്പെയിനിന്റെ വിജയ് കുതിപ്പ് തടയാൻ സാധിച്ചില്ല. 86-ാം മിനിറ്റിൽ മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ 86-ാം മിനിറ്റിൽ വീണ്ടും സ്പെയിൻ വിജയ് ഗോൾ നേടിക്കൊണ്ട് യൂറോ കിരീടം നേടുന്നതാണ് കണ്ടത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ടൂർണമെന്റിന്റെ ഫേവറേറ്റുകൾ ആര് എന്നതിന് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുവതാരങ്ങളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരുമുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇത്തവണത്തെ സ്പെയിൻ ടീം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യമാൽ, ഒപ്പം തന്നെ നിക്കോ വില്യംസ് തുടങ്ങിയവർ പെഡ്രി ഉൾപ്പെടുന്ന യുവനിര, ഒപ്പം റയലിന്റെ നായകൻ ഉൾപ്പെടെ അടങ്ങുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ. അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ സ്പെയിനിന് ഏതായാലും കിരീടം കൊണ്ടുവന്നിരിക്കുകയാണ്. മാത്രവുമല്ല മരണ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പെടാവുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ് സ്പെയിൻ വിജയിച്ച് കയറിയത് ഇത്തവണ. അതായത് ക്രൊയേഷ്യയെ വലിയ മാർജിനിൽ തകർക്കുന്നു ആദ്യ മത്സരത്തിൽ, അതിനുശേഷം ഇറ്റലിയെ തകർക്കുന്നു. അങ്ങനെ മരണ ഗ്രൂപ്പിൽ നിന്ന് അനായാസം വിജയിച്ചാണ് സ്പെയിൻ ഏതായാലും ഈ കിരീട നേട്ടത്തിലേക്ക് എത്തുന്നത്. ഒപ്പം അതായത് ഈ വിരുദ്ധ രണ്ട് പകുതികൾ അല്ലെ, അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഒന്നാം പകുതിയിൽ ഇംഗ്ലീഷ് കോട്ടയെ പിടിച്ചുകെട്ടുന്ന സ്പെയിനെ നമ്മൾ കണ്ടു. ഇംഗ്ലീഷ് പ്രതിരോധം സ്പാനിഷ് പടയെ തിരിച്ച് കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. മറുവശത്ത് രണ്ടാം പകുതിയിൽ പക്ഷേ ഇംഗ്ലണ്ട് കളി പറഞ്ഞതുപോലെ ആയിരുന്നു. കാരണം രണ്ടാം പകുതി ഇരച്ചു കയറുന്ന സ്പാനിഷ് പടയാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. രണ്ടാം മിനിറ്റിൽ തന്നെ ഗോൾ നേടുന്ന പശ്ചാത്തലം നമ്മൾ കാണുന്നു രണ്ടാം പകുതിയിൽ. അങ്ങനെ ഈ കളിയുടെ ഓരോ തലങ്ങളിലും കൃത്യമായി തന്നെ പ്ലാനുകൾ നടപ്പിലാക്കി തന്നെയായിരുന്നു സ്പാനിഷ് മുന്നേറ്റം എന്ന് വേണം കരുതാൻ. തീർച്ചയായും കൃത്യമായി സ്പെയിനിന് ഈ മത്സരത്തിൽ ആധിപത്യം ഉണ്ടായിരുന്നുവെന്ന് പറയാതിരിക്കാനാവില്ല. പ്രത്യേകിച്ച് ആദ്യ പകുതി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇംഗ്ലീഷ് ഗോൾ മുഖത്തേക്ക് മുന്നേറ്റങ്ങൾ സ്പെയിനിന്റെ ഭാഗത്താണ് ഉണ്ടായത്. പക്ഷേ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ നിര അതെല്ലാം തട്ടി അകറ്റുന്നതാണ് കണ്ടത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുകൊണ്ട് രണ്ടാം പകുതിയാണ് ഈ മത്സരത്തെ തന്നെ മാറ്റിമറിച്ച നീക്കങ്ങൾ സ്പെയിനിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ച് ഈ മത്സരം ആരംഭിച്ച് 60-ാം സെക്കൻഡിൽ തന്നെയാണ് ഗോൾ നേടാൻ സ്പെയിനിന് സാധിച്ചു. അങ്ങനെ ഒരു ആധിപത്യം ഉറപ്പിക്കാൻ സ്പെയിനിന് സാധിക്കുകയും ചെയ്തു. അതായത് യമാലിന്റെ പാസിൽ നിന്ന് നിക്കോ വില്യംസ് ആണ് ആ ഗോൾ സ്കോർ ചെയ്തത്. പക്ഷേ പിന്നീട് ഇംഗ്ലണ്ട് പലപ്പോഴായി ഗോൾ നേടാനുള്ള ശ്രമങ്ങൾ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അങ്ങനെയാണ് പാമറിന്റെ ഭാഗത്തുനിന്ന് 73-ാം മിനിറ്റിൽ പാമർ സ്കോർ ചെയ്യുകയും ഇംഗ്ലണ്ട് ഒപ്പം എത്തുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അവിടെ നിന്നെല്ലാം മത്സരത്തിൽ തിരിച്ചു വരുന്നതാണ്, സ്പെയിൻ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് കണ്ടത്. അതായത് 86-ാം മിനിറ്റിലാണ് ഒയർസബാലിന്റെ വിജയ ഗോൾ എന്ന് പറയാവുന്ന ഗോൾ സ്വന്തമാക്കിയത്. മാത്രവുമല്ല 89-ാം മിനിറ്റിൽ പോലും ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ ഉണ്ടായി. അതായത് ഗോൾ മുഖത്ത് സ്പെയിൻ നടത്തിയ ഡാനി ഓൾമോ നടത്തിയ ഒരു നീക്കം, അതാണ് സമനിലയിൽ നിന്ന് ഇംഗ്ലണ്ടിനെ തളയ്ക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ഗോൾ ലൈൻ സേവ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ സേവ് ആണ് ഏതായാലും മത്സരം അധിക സമയത്തിലേക്ക് നീട്ടിക്കൊണ്ടുപോകാതെ സ്പെയിനിന് ഏതായാലും 4-ാം യൂറോ കിരീടം എന്ന നേട്ടത്തിലേക്ക് എത്തിച്ചത്. ഏതായാലും ഏറ്റവും കൂടുതൽ ഈ വിജയത്തോടു കൂടി പല റെക്കോർഡുകളും സ്പെയിൻ സ്വന്തം പേരിൽ കുറിക്കുകയാണ്. അതായത് തുടർച്ചയായി 4 യൂറോ കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീം എന്ന പദവി സ്പെയിൻ സ്വന്തമാക്കുകയാണ്. അതായത് സ്പെയിന്റെ ആദ്യ യൂറോ കിരീട നേട്ടം 64-ലാണ്. പിന്നീട് സ്പെയിന്റെ ഏറ്റവും വലിയ സുവർണ്ണകാലം എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടം 2008-ൽ സ്പെയിനാണ് യൂറോ കപ്പ് നേടുന്നത്. 2010-ൽ അവർ ലോക കിരീടം നേടുന്നു. അതിനുശേഷം 2012-ൽ വീണ്ടും യൂറോ ജേതാക്കളാകുന്നു. അങ്ങനെ സ്പെയിന്റെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് 2008-2012 കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലൊരു വിജയം ഏതായാലും സ്പെയിൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം സാവിയും ഇനിയസ്റ്റയും ഉൾപ്പെടെയുള്ളവർ, കസിയസും ഉൾപ്പെടുന്ന സംഘം അന്ന് സ്പെയിനിന്റെ സുവർണ്ണ തലമുറ എന്ന് വിശേഷിപ്പെടാവുന്ന താരങ്ങളാണ്. ഏതായാലും അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു പ്രകടനം ഏതായാലും സ്പെയിനിന്റെ യുവതാരങ്ങളൊപ്പം തന്നെ പരിചയസമ്പന്നരായ താരങ്ങൾ ഉൾപ്പെടെ സംഘം ഇപ്പോൾ ഏതായാലും നേടിയിരിക്കുകയാണ്. മാത്രമല്ല ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ
നേടിയ ടീം സ്പെയിനായി മാറിയിരിക്കുന്നു. 15 ഗോളുകൾ സ്പെയിൻ സ്വന്തമാക്കുമ്പോൾ അത് 84 ഫ്രാൻസ് നേടിയ 14 ഗോൾ എന്ന റെക്കോർഡാണ് പഴങ്കഥയാക്കിയിരിക്കുന്നത്. അതായത് സ്പെയിനെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഇപ്പോൾ ഈ യൂറോ കപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഐതിഹാസികമായ വിജയം സ്പെയിൻ നേടുന്ന പശ്ചാത്തലം, യൂറോ കപ്പിലെ രാജാക്കന്മാരായി സ്പെയിൻ മാറുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നു. മറുവശത്ത് കോപ്പ അമേരിക്ക ഫുട്ബോളിലും ആവേശകരമായ മത്സരം പുരോഗമിക്കുകയാണ്. അവിടെ അർജന്റീന കൊളംബിയ ഫൈനൽ മത്സരം അത് ഏതാണ്ട് 1.5 മണിക്കൂറോളം വൈകി. ഇതിനകം ഇന്ത്യൻ സമയം 5:30 മണിക്ക് ആരംഭിക്കേണ്ട മത്സരമാണ്. പക്ഷേ കാണികളുടെ വലിയ ഒരു തള്ളലായിരുന്നു. കാരണം കാണികൾ വലിയ തോതിൽ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. ടിക്കറ്റ് ഇല്ലാതെ ആരാധകർ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇവരെ നിയന്ത്രിക്കാനാവാത്ത സ്ഥിതി വന്നു. 30 മിനിറ്റ് വൈകുമെന്ന് പറഞ്ഞു. പക്ഷെ 1.5 മിനിറ്റോളം വൈകിയാണ് മയാമി ഗാർഡൻസിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ മത്സരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മത്സരത്തിന്റെ പ്രത്യേകത അതിന്റെ ഒരു കേളി മികവ്. 2 ടീമുകളും അർജന്റീനയും കൊളംബിയയും. എൽദോ, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മത്സരം ആരംഭിച്ചു എന്ന് മനസ്സിലാകുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു? രഞ്ജിത്ത്, മത്സരം ആരംഭിക്കാൻ വൈകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയിൽ നടക്കുന്ന മത്സരമാണ്. അമേരിക്കയിൽ നടക്കുന്ന മത്സരം കാണാൻ ഈ വലിയ തോതിൽ ഫുട്ബോൾ ആരാധകർ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു. മയാമി ഗാർഡനിലാണ് മത്സരം. അവിടെ ഹാർഡ് റോക്ക് എന്ന സ്റ്റേഡിയത്തിലാണ് ഈ ഫുട് മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് ഇല്ലാതെ എത്തിയ ആരാധകരാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ പ്രധാന കവാടം തുറന്നു കൊടുത്തതും സ്റ്റേഡിയത്തിലേക്ക് ടിക്കറ്റ് ഇല്ലാത്തവർ ഇരച്ച് കയറാൻ ശ്രമം നടത്തി. അപ്പോൾ അത് വലിയ തോതിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. തുടർന്ന് അടിയന്തരമായി തന്നെ ആ ഗേറ്റ് ക്ലോസ് ചെയ്തു. ഗേറ്റ് അടച്ചിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ കോൺമെബോളിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വന്നു. ഇപ്പോൾ മത്സരം നടത്തുക അസാധ്യമാണ്, മത്സരം വൈകും, ടിക്കറ്റ് ഇല്ലാത്തവർക്ക് ഒരു തരത്തിലും പ്രവേശനം നൽകില്ല എന്നുള്ള തരത്തിൽ കോൺമെബോളിന്റെ അറിയിപ്പ് വന്നു. അതേ തുടർന്നാണ് പിന്നാലെ മത്സരം ആരംഭിച്ചത്. ഇപ്പോൾ മത്സരം ആരംഭിച്ച് 18 മിനിറ്റ് പിന്നിട്ടു. മത്സരം ഇതുവരെയും ഗോൾ രഹിതമാണ്. ഇതുവരെയും ഗോൾ സ്കോർ ചെയ്യാൻ 2 ടീമിനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി ആദ്യ ഇലവനിൽ തന്നെ കളിക്കുന്നുണ്ട്. ലയണൽ മെസ്സി, ജൂലിയൻ അൽവാരസ് സംഘം തന്നെയാണ് മുന്നിൽ നയിക്കുന്നത്. പിന്നിൽ എമിലിയാനോ മാർട്ടിനസ് ഗോൾ കീപ്പർ, ഗോൺസാലോ മൊണ്ടിയാൽ, ക്രിസ്ത്യൻ റൊമേറോ, മാർട്ടിനസ്, ടാഗ്ലിയാഫിക്കോ എന്നിവർ ഡിഫൻഡർമാർ. മധ്യനിരയിൽ ഡിമെരിയയ്ക്കും ഡീഫോൾഡിനും ഒപ്പം എൻസോ ഫെർണാണ്ടസും വിങ്ങിൽ അലക്സ് മാക്കാലിസ്റ്ററും ചേരുന്നു. എന്താണെങ്കിലും അർജന്റീന കൊളംബിയ മത്സരം അത് ആവേശകരമായിരിക്കും. ഹാമേസ് റോഡ്രിഗസ് എന്ന് പറയുന്ന കൊളംബിയൻ ക്യാപ്റ്റൻ ജേഴ്സി നമ്പർ 10 ആയിരിക്കും പക്ഷെ ഏറ്റവും ശ്രദ്ധയോടെ കൗതുകത്തോടെ വെച്ചു. ഇനി മറ്റൊന്ന്, ഫുട്ബോൾ ആരാധകർ അല്പം ആശങ്കയോടെ അല്ലെങ്കിൽ മെസ്സി ആരാധകരിൽ ആശങ്കയോടെ നോക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കോപ്പ കിരീട നേട്ടത്തോടു കൂടി ലയണൽ മെസ്സി ഒരു പക്ഷേ രാജ്യാന്തര കരിയർ അവസാനിപ്പിക്കുമോ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. പക്ഷെ അപ്പോഴും ഇല്ല, മെസ്സി അടുത്ത ലോകകപ്പിൽ കളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അർജന്റീന ആരാധകർ. രഞ്ജിത്ത്, തീർച്ചയായും നമുക്കറിയാം കേരളത്തിലെ ഫുട്ബോൾ ആവേശം ചില്ലറയല്ല. കാരണം ഉറക്കമൊഴിഞ്ഞ് ഈ മത്സരങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം ആരാധകർ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ചും മലപ്പുറവും കോഴിക്കോടും ഒക്കെ. മലപ്പുറത്ത് നിന്ന് ഈ ഫുട്ബോൾ ആവേശവുമായി ചേരുന്നത് CV അനുമോദ് ആണ്. അനുമോദ്, മലപ്പുറത്ത് ആരാധകർ ഈ സ്പെയിനിന്റെ കിരീട നേട്ടത്തെ, കേരളത്തിലും ഫേവറിറ്റ് ടീമാണല്ലോ എപ്പോഴും സ്പെയിന്റെ ഈ കിരീട നേട്ടത്തെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഞാൻ ഉള്ളത് ഇപ്പോൾ മലപ്പുറത്താണ്. നമുക്ക് കാണാം ഈ കളി, കോപ്പ അമേരിക്ക കളി കേരളത്തിലെ TV-യിലൊന്നും തത്സമയം കാണാൻ കഴിയാത്തത് കൊണ്ട് ഇൻ്റർനെറ്റ് വഴി ഒരു സംവിധാനത്തിലൂടെ വലിയ സ്ക്രീനിൽ മത്സരം പ്രദർശിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഓരോ ദിവസവും ആഘോഷമാക്കുന്ന ആ മലപ്പുറത്തിൻ്റെ ആ ഫുട്ബോൾ ആരാധന നമുക്കറിയുന്നതാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്, തത്സമയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി യൂറോ കപ്പ് ഫൈനലിൽ കണ്ട അതേ ആളുകൾ അതേ ഇടത്ത് തന്നെ മണിക്കൂറുകൾ കാത്തിരുന്ന് വീണ്ടും കോപ്പ അമേരിക്കയുടെ ഫൈനൽ കാണുന്നു. എല്ലാവരും മത്സരത്തിൻ്റെ ഒരു ആവേശത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓരോ ആവേശവും നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കളി എങ്ങനെയുണ്ട്? കളി സൂപ്പറല്ലേ, കാണില്ലേ? മെസ്സിന്റെ കാൽമ തട്ടിയപ്പോ തന്നെ പോസ്റ്റ് പോയി. അതാണ് കളി. എന്തായാലും അർജന്റീന ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതില്ല. നല്ല മുന്നേറ്റം നടത്തുന്നു. ആദ്യം 5 മിനിറ്റ് പോലും കളിച്ചു, അപ്പൊ നേരെ കളി തിരിഞ്ഞു വന്നു. അപ്പൊ എന്തായാലും ഇന്ന് കപ്പെടുത്തിട്ടേ പോരുള്ളൂ. സംശയമൊന്നുമില്ല. യൂറോപ്പിന്റെ കളി ഉണ്ടായിരുന്നു. യൂറോപ്പ് കണ്ടു. യൂറോപ്പ് നല്ല കളി,
സ്പെയിൻ നല്ല കളി കളിച്ചു. ഇംഗ്ലണ്ട് ഒന്നുമല്ല ടീമായി മാറി കളിച്ചു. ഇന്നലെ കണ്ടു ഇന്നലെ ഇവിടെ തന്നെ കണ്ടത്. യൂറോപ്പ് നല്ലൊരു കളിയായിരുന്നു. പ്രതീക്ഷ പോലെ തന്നെ നല്ല കളിയാണ്. സ്പെയിന് കുറച്ചുകൂടി നമ്മൾ പ്രതീക്ഷന് അപ്പുറമുള്ള ഒരു കളി സ്പെയിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇംഗ്ലണ്ടിൻ്റെ നമ്മൾ അതിലേറെ നല്ലൊരു കളി ഇംഗ്ലണ്ടിൽ നിന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത്രത്തോളം സ്പെയിന് അടുത്ത വേൾഡ് കപ്പിലേക്ക് ഏറ്റവും മികച്ചൊരു ടീമുകളിൽ ഒന്നായിട്ട് വരും. അല്പ സമയം ഒരു കൊളംബിയ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. നല്ലൊരു മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫൈനലല്ലേ, അതിൻ്റെതായ ചെറിയ ഇതുവാണല്ലോ. അല്ലാഞ്ഞാൽ ഒരു മിനിറ്റ് അത് ലിങ്ക് മാറ്റി മതി. ഇന്റർനെറ്റിൽ കളി കാണുന്നതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് കളി തടസ്സപ്പെടും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നമുക്കിവിടെ ഈ മലപ്പുറത്തിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, ഫുട്ബോൾ കൂട്ടായ്മ. അതാണ് ഇവിടെ നമുക്ക് ഏറ്റവും വലിയ കാര്യമായി എടുത്തു പറയേണ്ടത്. അതായത് കളി രാവിലെ 5 മണി മുതൽ കാത്തിരിക്കുന്ന, അതായത് കട്ടൻ ചായ, ബിസ്ക്കറ്റ്, ചിപ്സ് അതൊക്കെ കൊടുത്ത് ആളുകളൊക്കെ ഒരു സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകുന്ന ഫീലിലാണ് ഈ ഒരു തരത്തിൽ ഷീറ്റൊക്കെ എല്ലാം വെച്ച് കെട്ടി. മഴ ഭീഷണി ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ 2 ഷീറ്റൊക്കെ കെട്ടിവെച്ചാണ് ഈ ഒരു സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അതായത് മലപ്പുറത്തിൻ്റെ ഒരു ഫുട്ബോൾ ആവേശം അല്ലേ. എന്താണ് ഇങ്ങനത്തെ എല്ലാ സീസണിലും ഏത് കോപ്പ അമേരിക്ക ആണെങ്കിലും അല്ലേ, ലോകകപ്പ് നമ്മൾ തീർച്ചയായിട്ടും എല്ലാ കളി ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ വളരെ തന്നെ നല്ല കളിയാണ്. അർജന്റീന 2-1 ജയിക്കും. ഈ ബ്രസീലുകാർ കൊളംബിയക്ക് വേണ്ടി തീർച്ചയായിട്ടും അർജന്റീനക്ക് തന്നെ വിജയം എന്നുള്ള പ്രത്യാശയിലാണ് ഇരിക്കുന്നത്. കൊളംബിയ മുന്നേറുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എങ്കിലും അർജന്റീനക്ക് കളി മാറും, തിരിച്ചു മാറും. അതാണ് നമുക്ക് മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അർജന്റീനൻ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ മത്സരം പുരോഗമിക്കും തോറും എല്ലാവരും വലിയ പ്രതീക്ഷയോടെ ഈ മെസ്സിയുടെ ഈ ഒരു വലിയ നേട്ടം, ലോകകപ്പിലെ നേട്ടം കോപ്പ അമേരിക്കയിൽ ആവർത്തിക്കുന്ന പ്രതീക്ഷയിലാണ് മലപ്പുറത്തെ അർജന്റീനിയൻ ഫുട്ബോൾ ആരാധകർ. രഞ്ജിത്ത്. എൽദോ അങ്ങനെ മത്സരം അതിൻ്റെ എല്ലാ ആവേശത്തിലും പുരോഗമിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അത് ഈ പറഞ്ഞതുപോലെ ഇതുവരെയുള്ള വിലയിരുത്തലുകൾ നടത്തിയാൽ ഈ ടൂർണമെൻറ്റിലെ ഈ ഫൈനലിലേക്കുള്ള ഒരു വരവിനെ 2 ടീമുകളുടെയും എങ്ങനെ ഒന്ന് നമുക്ക് നോക്കിക്കാണാം. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എൽദോയിലേക്ക് വരാം. ഏതായാലും കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 20 മിനിറ്റ് മത്സരം പിന്നിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ടിക്കറ്റില്ലാതെ കാണികൾ തള്ളിക്കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് അല്പം വൈകിയ മയാമി സ്റ്റേഡിയത്തിന് പുറത്ത് സംഘർഷമുണ്ടായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആവേശകരമായി തന്നെ മത്സരം പുരോഗമിക്കുകയാണ്. CV അനുമോദ് ഇപ്പോൾ മലപ്പുറത്തെ ആരാധകർക്കൊപ്പമാണ് ചേർന്നത്. പലരും വലിയ സ്ക്രീനുകൾ കെട്ടിയാണ്, വലിയ സ്ക്രീനുകളുടെ മുന്നിലിരുന്നാണ് ആവേശത്തോടു കൂടി മത്സരം കാണുന്നത്. മലബാർ മേഖലയിലൊക്കെ ഇത്തരത്തിലാണ് ഒരു വലിയ കൂട്ടായ്മയോടുകൂടി തന്നെയാണ് ഫൈനൽ മത്സരങ്ങൾ കാണുന്നത്. ഫുട്ബോൾ മത്സരങ്ങളോട് അത്രത്തോളം ആരാധനയുണ്ട് നമുക്കറിയാം മലയാളി ആരാധകർക്ക് എന്നുള്ളതാണ്. ടിക്കറ്റ് ഇല്ലാതെ കയറിയ കാണികളെയൊക്കെ നിയന്ത്രിച്ച് കോപ്പയിൽ 16 തവണ ജേതാക്കളാകുക എന്ന റെക്കോർഡാണ് അർജന്റീന ലക്ഷ്യമിടുന്നത് എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഒപ്പം മെസ്സിയുടെ ഒരു വിടവാങ്ങൽ മത്സരമാകുമോ ഇത് എന്നതുകൂടി പ്രധാനപ്പെട്ട ഒന്നാണ്. ആരാധകരുടെ കാത്തിരിപ്പ് അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2001 കോപ്പയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കൊളംബിയ കൂടി നമുക്കറിയാം 2 പതിറ്റാണ്ട് മുൻപാണ് ഒരേ ഒരു വട്ടം കപ്പ് നേടിയത്. എൽദോ, അതാണ് കോപ്പയിൽ 16 തവണ കപ്പ് നേടിയ അർജന്റീനയാണെങ്കിൽ മറുവശത്ത് ഒരു തവണ മാത്രം 2001 മാത്രം കപ്പ് നേടിയ കൊളംബിയയുണ്ട്. പക്ഷെ തുടർച്ചയായ 28 മത്സരങ്ങളിൽ പരാജയപ്പെടാതെ നിൽക്കുന്ന ഒരു ടീമായി കൊളംബിയ മാറുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. സ്വാഭാവികമായും ആ ആവേശം, ആ വീര്യം നിറച്ചുകൊണ്ട് തന്നെയാണ് കൊളംബിയയുടെ വരവ്. രഞ്ജിത്ത്, ഉറപ്പായിട്ടും കൊളംബിയൻ സംഘത്തിന്റെ ഒരു കുതിപ്പ് അർജന്റീനയ്ക്ക് ഈ കോപ്പ അമേരിക്കയിൽ ഒരുപക്ഷെ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് അർജന്റീന ബ്രസീൽ ഫൈനലായിരിക്കാം. പക്ഷെ അതിനുമപ്പുറം ഒരു അർജന്റീനയ്ക്ക് പോകുന്ന ഒരു എതിരാളി ഈ ഫൈനലിൽ അത് കൊളംബിയ ആയിരുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്തരത്തിൽ അർജന്റീനയ്ക്ക് കടുകട്ടിയായ എതിരാളിയായിരിക്കും ഫൈനലിൽ എന്നുള്ളതും സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അർജന്റീനയുടെ മത്സരത്തെ ആരാധകർക്കിനെ വളരെ ചങ്കിടിപ്പോടുകൂടി നോക്കിക്കാണുന്നത്. കോപ്പ അമേരിക്കയിൽ കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിൽ ജയിച്ചതുപോലൊരു ജയം അത്ര എളുപ്പത്തിൽ സാധ്യമാകുമെന്ന് കരുതാൻ കഴിയില്ല. എന്നാലും അർജന്റീന കൊളംബിയ മത്സരം അത് പുരോഗമിക്കുകയാണ്. നിലവിൽ 26ാമത്തെ മിനിറ്റിലേക്ക് മത്സരം എത്തി. 26 മിനിറ്റിൽ മത്സരം ഗോൾ രഹിതമായി തുടരുന്നു.
ഒരുപക്ഷെ എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പറുടെ മികവ് അതായിരിക്കും ഈ മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുക. നമുക്കറിയാവുന്ന പോലെ നോക്കൌട്ട് ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പർ പ്രകടമാക്കുന്ന ഒരു കരുത്തും തന്റേടവും ഒരു ഊർജവുമുണ്ട്. അതാണ് അർജന്റീനയ്ക്ക് ലോകകപ്പ് ഉൾപ്പെടെയുള്ള വേദികളിൽ അസാധാരണമായിട്ടുള്ള ജയം നൽകിയതും. അപ്പോൾ എമിലിയാനോ മാർട്ടിനസിന്റെ മികവ് അത് ശ്രദ്ധേയമാകും. ഇനി കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ പതിവ് മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഫൈനലിൽ എക്സ്ട്രാ ടൈം ഉണ്ടാകും. അതായത് നിശ്ചിത സമയം ഗോൾ രഹിതമോ അല്ലെങ്കിൽ സമനിലയിലോ തുടർന്നാൽ വിജയം നിശ്ചയിക്കാൻ കഴിയാത്ത സാഹചര്യമായാൽ 30 മിനിറ്റിന്റെ എക്സ്ട്രാ ടൈം ഉണ്ടാകും. നമുക്കറിയാവുന്ന പോലെ കോപ്പയുടെ മറ്റ് നോക്കൌട്ട് ഘട്ടങ്ങളിൽ അത് ക്വാർട്ടറിലാവട്ടെ സെമിയിലാവട്ടെ എക്സ്ട്രാ ടൈം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. നേരെ പെനാൾട്ടി ഷൂട്ട് ഔട്ട് ആയിരുന്നു. പക്ഷേ ഫൈനലാകുമ്പോൾ അത് നിർണായകമായിട്ടുള്ള മത്സരമാണ്, ജേതാക്കളെ നിശ്ചയിക്കേണ്ട പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഫൈനലിൽ ഒരു എക്സ്ട്രാ ടൈം ഉണ്ടാകും, ഒപ്പം അതിനുശേഷം പെനാൾട്ടി ഷൂട്ട് ഔട്ട് ഉണ്ടാകും. അപ്പോഴും മത്സരം ഡ്രോയിലാണ് എങ്കിൽ എന്താണെങ്കിലും അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകില്ല എന്ന് കരുതുമ്പോൾ കോപ്പ അമേരിക്കയിൽ അർജന്റീന കൊളംബിയ മത്സരം അത് പുരോഗമിക്കുന്നു. ഏതാണ്ട് അരമണിക്കൂറിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അരമണിക്കൂറിലേക്ക് മത്സരം എത്തുമ്പോഴും 0-0 ഗോൾലെസ് ഡ്രോ എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് ആദ്യ 30 മിനിറ്റുകൾ. കാത്തിരിക്കാം. ഹാമസ് റോഡ്രിഗസ് ഉൾപ്പെടുന്ന കൊളംബിയൻ സംഘത്തിന് എത്രമാത്രം കരുത്തോടുകൂടി അർജന്റീനയെ നേരിടാൻ കഴിയുമെന്നുള്ളത്. ലൂയിസ് ഡയസും കോർഡോബയും ഹാമസ് റോഡ്രിഗസുമാണ് മുന്നേറ്റത്തിലെങ്കിൽ അവരുടെ ഗോൾ കീപ്പർ കാമിലിയോ വർഗാസ് മികച്ച ഫോമിലാണ്. അപ്പോൾ എത്രമാത്രം കരുത്തോടുകൂടി നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കാത്തിരിപ്പ് അറിയേണ്ടതാണെങ്കിലും മത്സരത്തിന്റെ ആദ്യ സമയങ്ങളിൽ മികവ് അല്പം കൂടുതൽ പ്രകടമാക്കുന്നത് കൊളംബിയാണെന്നും സംശയമുണ്ട്. പക്ഷേ അർജന്റീനയുടെ രീതിയും അത് തന്നെയാണ്. മത്സരത്തിൽ രണ്ടാം പകുതിയിൽ കൂടുതൽ സ്കോർ ചെയ്യുക എന്നുള്ള ഘട്ടത്തിലേക്കാണ് അർജന്റീന സാധാരണ രീതിയിൽ എത്താറ്. അപ്പോൾ അർജന്റീനയുടെ ഗോളടി മികവിനെ കാത്തിരിക്കുന്നു അർജന്റീന ഫുട്ബോൾ ആരാധകർ. അനുമോദിലേക്ക് പോകണം. അവിടെ മലപ്പുറത്ത് വലിയ സ്ക്രീനിലാണ് ആരാധകർ മത്സരം കാണുന്നത്. അനുമോദ്, സ്വാഭാവികമായും അർജന്റീന ആരാധകർ, മെസ്സിയുടെ ആരാധകരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പക്ഷേ കൊളംബിയയെ സ്നേഹിക്കുന്നത് നമുക്കറിയാം. കൊളംബിയയും ഫേവറിറ്റുകളാണ് ടൂർണമെന്റിന്റെ. ഡിഫൻഡർ ഡാനിയൽ മുനോസ് ഫൈനലിൽ കളിക്കുന്നില്ല എങ്കിൽ പോലും ടോപ്പ് സ്കോറർ ലറ്റൗരോ മാർട്ടിനസ് ഒക്കെ കേരളത്തിലും ഒരുപാട് ആരാധകരുള്ള ഫുട്ബോൾ താരങ്ങളാണ്. നമുക്കറിയാം യൂലിയൻ അൽവാരസിന്റെ കേരളത്തിലെ ആരാധകർ. അങ്ങനെ ഈ കൊളംബിയൻ ടീമിലും ഒരുപാട് താരങ്ങൾ, കേരളത്തിൽ ഫേവറിറ്റിലെ താരങ്ങളുണ്ട്. എന്താണ് അവർ കൊളംബിയയുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അർജന്റീനയ്ക്കൊപ്പം മാത്രമാണോ അവിടെ കൂടിയിരിക്കുന്നവർ? രഞ്ജിത്ത്, ഇവിടെ സാധാരണ നമ്മൾ എല്ലാ തവണയും കാണുന്ന ഒരു കാര്യം അർജന്റീനയും ബ്രസീലുമാണ് മലപ്പുറത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീമുകൾ. അപ്പോൾ അർജന്റീനയ്ക്ക് എതിരെ നിൽക്കുന്ന ടീം ഏതാണെങ്കിലും അത് ബ്രസീൽ ഫാൻസ് ആയിരിക്കും അല്ലേ? എങ്ങനെയാണ് ഇവിടുത്തെ കൊളംബിയയുടെ ഫാൻസ് ഉണ്ടോ? ഇവിടെ കൊളംബിയ ഇല്ല. ബ്രസീലുകാരാണെന്ന് കൊളംബിയ അല്ല, അർജന്റീനയ്ക്ക് എതിരെ ആരുണ്ടാവും അല്ലേ? എന്താണ് കളി? എങ്ങനെ കളി? ഇപ്പൊ കൊളംബിയന്റെ അടുത്ത കളി നടക്കുന്നത്. കൊളംബിയുടെ ഒപ്പമാണ്. കൊളംബിയുടെ കളി ജയിക്കുന്നത്. ആദ്യത്തെ 5 മിനിറ്റല്ല മുന്നേറ്റമുള്ള അല്ല, ഇപ്പോഴും ഇതാണ് ഫോളായി പോയി. അല്ലെങ്കിൽ ഗോളാണ്. അങ്ങനല്ല, ബ്രസീൽ ഫാൻസ് ആണ്. അർജന്റീനയ്ക്ക് എതിരാണ്. അർജന്റീന ഒരു ഗ്യാങ് ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അവനെ എതിരിക്കുക, അത്ര തന്നെ. നല്ല കളി. അർജന്റീന. ഇത്തവണ അർജന്റീന കപ്പ് കൊണ്ടുപോകും തന്നെയാണ് കൊണ്ടുപോകും. എന്തായാലും കൊണ്ടുപോകും. ഓക്കെ, നമുക്ക് ഇവിടെ ഈ ഒരു ഇന്റർനെറ്റ് സംവിധാനം വഴിയാണ് കളി കാണിക്കുന്നത്. എങ്ങനെയാണ് ഇത് കളി എല്ലാവരും കാണിക്കണം? എങ്ങനെ? ഏത് സൈറ്റ് വഴിയാണ്? എപ്പിക് സ്പോർട്സ് വഴിയാണ്. ഓൺലൈൻ കൂടെ അല്ല, നെറ്റ് വെച്ചാ ചെയ്യുന്നത്, ഇന്റർനെറ്റ് വെച്ചിട്ട്. നമ്മള് ഇതുവരെ ചാനലില്ലായിരുന്നല്ലോ, ഫൈനൽ മാത്രം ഇപ്പോ ചാനൽ വന്നിട്ടുള്ളൂ. പക്ഷെ ഇതുവരെ ഞങ്ങള് നെറ്റ് വെച്ചിട്ടാണ് ഇതുവരെ ചെയ്തിരുന്നത്. ഏതെങ്കിലും ഒരു ചാനൽ വരുമ്പോൾ നമുക്കത് സ്ക്രീനിൽ കാണിക്കാനും പതിവ്. പക്ഷെ ഇത് അല്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി കളിയാണ്. അതെ. ഒരുപാട് പ്രശ്നങ്ങൾ. ഇന്നലെ രാത്രി ഞങ്ങളെ പ്രൊജക്ട് യൂറോ കപ്പിനിടയിൽ അത് കംപ്ലൈന്റ് ആയി. ഞങ്ങള് രാവിലേക്ക് 5 മണിയോടുകൂടി പുതിയ പ്രൊജക്ടർ വേറെ റെഡിയാക്കുകയാണ് ചെയ്തത്. രാത്രി 2:30 മണിക്ക് പ്രൊജക്ടർ കംപ്ലൈന്റ് ആയി. പക്ഷെ 5 മണിയോടുകൂടി പുതിയ പ്രൊജക്ടർ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നു. അതാണ് സ്പിരിറ്റ്, ടീം സ്പിരിറ്റ്. കളി അടിപൊളി കളിയാണ്. 2 ടീം മികച്ച കളി കളിക്കുന്നുണ്ട്. കൊളംബിയ പ്രതിജ്ഞയാണ് മികച്ച കളി കളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് കോൺഫിഡൻറ്റോടെ നമ്മൾ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ കളിക്കാർക്കും കോൺഫിഡൻസ് ഉണ്ട്. തിരിച്ചു കളിക്കാൻ പ്രതിരോധ ശക്തിയാണ്. അതൊരു പ്രശ്നമല്ല. 2 ഗോൾ എന്തായാലും ജയിക്കും. ഡിമരിയ മെസ്സി കോമ്പോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് പ്രതീക്ഷയുള്ളത്.
മെസ്സി മികച്ച ഫോമിലേക്ക് ഉയർന്നാൽ എന്തായാലും 2-3 ഗോളിലേക്ക് ഈ കളി അവസാനിപ്പിക്കുമ്പോൾ കാണാൻ കഴിയും. നിരാശ നൽകുന്ന തീരുമാനം എടുക്കുമോ മെസ്സി വീണ്ടും? ഇല്ല അത് കോച്ച് സ്കലോണി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അടുത്ത വേൾഡ് കപ്പ് വരെ അദ്ദേഹം ഉണ്ടാവും, ടീമിനോടൊപ്പം ഉണ്ടാവും. ബ്രസീൽ ആരാധകൻ ഏത് അങ്ങനെ ചോദിക്കല്ലേ നിങ്ങള്? അങ്ങനത്തെ ചോദ്യം നമ്മക്ക് കണ്ടില്ലേ, നമ്മക്ക് എന്നും ബ്രസീൽ. അങ്ങനൊന്നുമില്ല, നിങ്ങൾ അങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്. ഇന്ന് ജയിച്ചാല് ജയിസൂര് അർജന്റീന അവര് പന്തയം വെച്ചാണോ, ബെറ്റ് വെച്ചതാണോ? അല്ല, അവര് പ്രളംബിയാണ് ഇപ്പൊ ഉള്ളത്. സാമ്പാർ മുന്നണിയാണ്. അതായത് ഓല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കും. പക്ഷെ അർജന്റീന 2 ഗോളിന് ജയിക്കും, മെസ്സി 1 ഗോൾ അടിക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്, അത് സംശയമൊന്നുമില്ല. ഇന്നത്തെ കളിയിലൂടെ ഡീമരി വിരമിക്കും എന്നാണ് പറയുന്നത്. അതെ സാധ്യത ഉണ്ട്. അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവാൻ സാധ്യത ഇല്ല. ഇനി എങ്ങനെ വരുന്നെന്ന് പറയാൻ പറ്റൂല, മിക്കവാറും ഉണ്ടാവില്ല. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ എങ്ങനെയാണ് കളി വിലയിരുത്തുന്നത്? കളി ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോൾ നടന്നിടത്തോളം കാണുന്നത്. സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആവും. അയ്യോ, സംശയമൊന്നുമില്ല. ഒരു കളിയില്ല, മഹാമോശം. എന്താ അവൻ്റെ ആളാണ്. തിരുപ്പനാണ്. ഏതായിക്കോട്ടെ, കളികൾ നോക്കി മഹാമോശം. അടിക്കൂല, ഗോൾ അടിക്കൂല. ആ ഗോളിന് കൊണ്ട് കഴിച്ചിലാങ്ങുണ്ട്, അത്രേ ഉള്ളൂ. കളി അർജന്റീന ജയിക്കാൻ സാധ്യതയുണ്ട്. ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു? അർജന്റീന ടീമിനാട്ടോ. നമ്മള് അർജന്റീനയുടെ എതിരായിട്ടാണ്. ഏത് ടീമിന്റെ ആളാണ്? ബ്രസീലിന്റെ ആളാണ്. അപ്പൊ കൊളംബിയയുടെ കൂടെയാണ്. കൊളംബിയയുടെ കൂടെ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. എങ്ങനെ കൊളംബിയയുടെ പ്രതീക്ഷ? കൊളംബിയ എന്തായാലും ജയിക്കും. ഞങ്ങള് യൂറോപ്യൻ കപ്പിനാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ജർമ്മനിയുടെ ആരാധകനാണ്, ജർമ്മൻ ഫുട്ബോൾ ക്ലബിന്റെ ആരാധകനാണ്. ഇന്ന് കളി കാണാനായിട്ട് വന്നതാണ്. കാരണം അർജന്റീന കുറെ കാലമായിട്ട് കാത്തിരിക്കല്ലായിരുന്നോ, 10-20 വർഷങ്ങളോളം കാത്തിരുന്നു. ഇനിയിപ്പോൾ അവരൊന്ന് ആഘോഷിക്കട്ടെ. അതെ. രഞ്ജിത്ത്, എങ്ങനെയാണ് ഈ ഒരു മത്സരങ്ങൾ? കുട്ടികളെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് കളി സുഖമായിട്ട് കാണാം അല്ലേ? എന്താണ്, ഇന്നലെ രാത്രി കണ്ടോ? കണ്ടിരുന്നോ? ഇല്ല. മോനോ? എന്താണ് ഇന്നത്തെ പ്രതീക്ഷ? എന്താണ്? നിങ്ങളൊക്കെ ഏത് ടീമിന്റെ ആരാധകരാണ്? അർജന്റീന ടീമിന്റെ. അർജന്റീനയാണ്. മോനോ? കൊളംബിയയുടെ. ശരിക്കും ഏത് ടീമിന്റെ? ബ്രസീലാണ്. ഉറപ്പല്ലേ? എങ്ങനെയാണ് ഇത്? ജയിക്കോ? കൊളംബിയ ജയിക്കും. മെസ്സി ഗോൾ അടിക്കും. എന്താണെങ്കിലും മഴ ആയതുകൊണ്ട് സ്കൂളിൽ പോകേണ്ട പേടിയില്ല അല്ലേ? ആ ഒരു ആശ്വാസത്തിലാണ്. എന്നിട്ട് അങ്ങനെയാണ് നമുക്ക് മലപ്പുറത്തിന്റെ ഇവിടെ നിന്നുള്ള ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ. അർജന്റീനയ്ക്കെതിരെ നിൽക്കുന്നവരൊക്കെ സാമ്പാർ മുന്നണിയാണ് എന്ന തരത്തിലാണ് മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത്. എന്നാണെങ്കിലും 2 ടീമുകൾ ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ മലപ്പുറത്തും നമ്മൾ ആ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ആവേശമാണ് മലപ്പുറത്തെ ഈ ഒരു സ്ക്രീൻ വെച്ച് കാണുന്ന ഇടത്ത് പോലും നമുക്ക് ലഭിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. മലപ്പുറം വലിയ ഫുട്ബോൾ ആവേശത്തിലാണ്. യൂറോ കപ്പും ഒപ്പം കോപ്പ അമേരിക്കയും ഒക്കെ ആവേശം നിറയ്ക്കുകയാണ് മലപ്പുറത്തുകാരുടെ, മലബാറുകാരുടെ ഹൃദയത്തിലും മനസ്സിലും. ഇന്ന് ഈ ശക്തമായ മഴ കാരണം, നേരത്തെ അനുമതി പറഞ്ഞ പോലെ കനത്ത മഴ കാരണം മിക്ക ജില്ലകളിലും അവധിയാണ്, മലപ്പുറത്തടക്കം അവധിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ആ ആവേശത്തിൽ പങ്കുകൊള്ളുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ ആ ആവേശമുണ്ട്. വലിയ വലിയ സ്ക്രീനുകൾ അവിടെ സംഘടിപ്പിച്ച് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുത്ത് ആളുകളുടെ കൂട്ടായ്മയിൽ വിവിധ രാജ്യങ്ങളുടെ ആരാധകർ, താരങ്ങളുടെ ആരാധകർ അവിടെ കൂടി നിന്ന് ആവേശകരമായി തന്നെ, അതൊരു പ്രത്യേക ഒരു വൈകാരികമായ ഒരു സംഭവമാണ്. അത് നേരിട്ട് കണ്ടാണ് ആ ആവേശം മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഫുട്ബോൾ മത്സരം കോപ്പ അമേരിക്ക പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് കഴിഞ്ഞ 3 ദിവസമായി തലസ്ഥാനത്ത് ഒരു മഹാദൗത്യം നടക്കുകയാണ്. ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ, തലസ്ഥാനത്തിൻ്റെ മാലിന്യവാഹിനിയായ ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ ജോയി എന്ന 47-കാരനായുള്ള രക്ഷാപ്രവർത്തനം. അത് ഇന്നും പുരോഗമിക്കുന്നു. ഇന്ന് 3-ാം ദിവസമാണ്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് റോബോട്ടിക് സംവിധാനം ഒക്കെ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം. മാലിന്യങ്ങൾ എത്രത്തോളമുണ്ട്. ആമയിഴഞ്ചാൻ തോട് മാധ്യമ ശ്രദ്ധയിൽ, ജനശ്രദ്ധയിൽ വലിയ ചർച്ചയായ
മൂന്നാമത്തെ ദിവസം കൂടിയാണ്. കഴിഞ്ഞ 2 ദിവസവും ഇത് ചർച്ചയായിരുന്നു. നമ്മൾ പരസ്പരമുള്ള പോർവിളികൾ കണ്ടു, റെയിൽവേയും കോർപ്പറേഷനും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ. പക്ഷേ അപ്പോഴും ഇപ്പോഴും ഒരു ജീവൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ രക്ഷാപ്രവർത്തനം ഇന്നും തുടരുകയാണ്. ഏറ്റവും കാര്യക്ഷമതയോടെ ആത്മാർത്ഥതയോടെ ആ മാലിന്യ കുഴിയിലിറങ്ങി ആ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്ന ജീവനക്കാർ, ഫയർഫോഴ്സ്, NDRF സംഘം, സ്കൂബ ടീമിനെ അഭിനന്ദിക്കാതെ വയ്യ, ആത്മാർത്ഥമായി തന്നെ അത് പറയാതെ വയ്യ. കാരണം അത്രത്തോളം വലിയ പ്രവർത്തനമാണ് കഴിഞ്ഞ 2 ദിവസമായി അവരുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇതായി കാണുന്ന കാഴ്ചകൾ വീണ്ടും തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ്. ഇന്നും പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ മാലിന്യത്തിൻ്റെ ഒരു വലിയ പരിധിവരെ ഇന്നലെയും മിനിഞ്ഞാന്നുമായി മാറ്റിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നും സമാനമായ പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണുകയും ചെയ്യാം. MG മിഥുൻ ചേരുന്നു. മിഥുൻ, എന്താണ് ഇന്നത്തെ ദൗത്യം? ഏത് തരത്തിലാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഇത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഏകദേശം 10 മണിയോടുകൂടി കൊച്ചിയിൽ നിന്നുള്ള നാവികസേന അംഗങ്ങൾ ഇവിടേക്ക് എത്തിയിരുന്നു. അതിനുശേഷം കളക്ടറുമായും ഒപ്പം തന്നെ മേയറുമൊക്കെയായി ഒരു കൂടിയാലോചന നടത്തിയതിനു ശേഷം ഈ സ്ക്വാഡെല്ലാം കൂടി ഒരുമിച്ച്, അതായത് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ഒപ്പം തന്നെ സ്കൂബ ഡൈവിംഗ് ടീമും NDRFന്റെ അംഗങ്ങളും ഒപ്പം തന്നെ നേവിയുടെ ഈ സംഘാംഗങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നൊരു മറ്റൊരു പ്ലാനിലേക്ക് കൂടി കടക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഏകദേശം 44 മണിക്കൂറിനോട് അടുത്താകുന്നു ഇത്തരത്തിൽ ജോയി അതിനകത്തേക്ക് അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ഇതുവരെയും ജോയിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ജോയിയുടെ അടുക്കലേക്ക് എത്തുന്നതിന് വേണ്ടി സ്കൂബ ടീം പല തവണയായി, അതായത് അപകടം നടന്ന സ്ഥലത്ത് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചുവെങ്കിലും 40 മീറ്റർ മാത്രം ദൂരത്തേക്കാണ് അവർക്ക് എത്താൻ സാധിച്ചത്. കാരണം ഈ ടണലിന്റെ ദൂരം, റെയിൽവേയുടെ ആ ടണലിന്റെ ദൂരം 117 മീറ്റർ ഉണ്ട്. ആ 117 മീറ്ററിൽ 40 മീറ്റർ മാത്രമാണ് ആദ്യം സ്കൂബ ഡൈവിംഗ് ടീമിന് എത്താൻ സാധിച്ചത്. പിന്നീടുള്ളത് 3ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള ആ മേഖലയ്ക്ക് അവിടെയുള്ള ഒരു മാൻഹോൾ ഉണ്ട്. ആ മാൻഹോൾ വഴി അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷെ അവിടെയും 20 മീറ്ററിൽ കൂടുതലേക്ക് പോകാൻ സാധിച്ചില്ല. അത് ഈ മാലിന്യം അത്രത്തോളം അടിഞ്ഞു കിടക്കുന്നുണ്ട്, അത്രത്തോളം ചാക്കുകെട്ടുകളായി അവിടെ മാലിന്യം അടഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചെളിയും നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നത്. പിന്നീട് 5ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോൾ അത് കുറച്ചുകൂടി വീതി കൂടിയതാണ്. ഈ 3നെ അപേക്ഷിച്ച് കുറച്ചുകൂടി വ്യാപ്തിയുള്ളതാണ്. അവിടേക്ക് ഇറങ്ങി 2 സൈഡിലേക്കും, അതായത് അപകടം നടന്ന സ്ഥലത്തേക്കും ഒപ്പം തന്നെ ഇതിന് മറുവശത്തേക്കും പോകുന്നതിന് വേണ്ടി 2 ടീമായിട്ട് തിരിഞ്ഞ് പിന്നീട് പരിശോധനകൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഇതും കാര്യമായി പിന്നീട് ഫലം കാണുന്നില്ല എന്നുള്ളതാണ്. അവരെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ. പക്ഷേ ഈ ചെളിയും മാലിന്യവും ഒക്കെ ഇത്രയും അടിഞ്ഞുകൂടി കിടക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അവിടേക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. നിലവിൽ പിന്നീട് വൈകിട്ടോടു കൂടിയാണ് ഈ ഒരു നീക്കത്തിലേക്ക്, അതായത് മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം വലിയ പ്രഷർ ചെലുത്തി പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നോക്കി. പക്ഷേ അതും ഫലവത്താകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഈ തടയണ കെട്ടിക്കൊണ്ട്, അതായത് ഈ അപകടം നടന്ന 1ാം പ്ലാറ്റ്ഫോമിന് സമീപമുള്ള അവിടെ തടയണ കെട്ടിക്കൊണ്ട് വെള്ളം ഒഴുകി വരാതെ രീതിയിൽ ആക്കിയതിനു ശേഷം പിന്നീട് മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ആ ടണലിൽ കൂടെ വെള്ളം അതിശക്തിയായി അകത്തേക്ക് പ്രവേശിക്കുക. ഒപ്പം തന്നെ അതിലോടുകൂടി ഈ മാലിന്യങ്ങൾ മറുവശത്തുകൂടെ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇപ്പോൾ അധികൃതരുടെ ഒരു നീക്കം എന്നുള്ളതാണ്. നിലവിൽ ആ ഒരു പ്ലാൻ മാത്രമാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും മഴ പെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലും നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ ഇപ്പോൾ നഗരത്തിൽ ഇപ്പോൾ മഴ അനുഭവപ്പെടുന്നുണ്ട്. ഈ മഴ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ഇതിനെ ബാധിക്കുമോ രക്ഷാപ്രവർത്തനത്തെ എന്നുള്ളതാണ്. എന്തായാലും വാട്ടർ ലെവൽ കൂടിക്കിടക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത്. നിലവിൽ അകത്തേക്ക് വെള്ളത്തിന്റെ തോത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചെളിയും ഈ പറയുന്ന മാലിന്യവും മാത്രമാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒഴുക്കില്ല. ആ സാഹചര്യത്തിലാണ് ഈ മാലിന്യം കൂടുതൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അത് എടുത്തു മാറ്റാനുള്ള ബുദ്ധിമുട്ടും അവർ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ രാവിലെ ഇപ്പോൾ വീണ്ടും തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ കടക്കുകയാണ്. NDRFന്റെ സേനാംഗങ്ങളുണ്ട്, 30 അംഗ ടീമുണ്ട്. ഒപ്പം തന്നെ സ്കൂബ ഡൈവിംഗിന്റെ 3 ടീമുകളുണ്ട്. ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീമുകളുണ്ട്. ഇവരെല്ലാം തന്നെ കഴിഞ്ഞ 44 മണിക്കൂറുകളായി ജോയി എന്ന വ്യക്തിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നത്തോടു കൂടി തന്നെ അതിനൊരു
ഉണ്ടാക്കാണമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന സമയത്ത് ഈ അപകടം നടന്ന 10:50 കൂടിയാണ്, ശനിയാഴ്ച 10:50 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷമാണ് ഈ പറയുന്ന മൂന്നാമത്തെ മാൻഹോളിലൊക്കെ ബാരിക്കേഡുകൾ വെക്കുന്നത്, ഒപ്പം തന്നെ തടയിടാൻ ശ്രമിക്കുകയും ചെയ്തത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ആ സമയത്ത് വലിയ രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നു. ആ ഒഴുക്കിനെ തുടർന്ന് മറുവശത്തേക്ക് പോയിട്ടുണ്ടാകാമോ എന്നുള്ള നിഗമനം കൂടിയുണ്ട്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് വശങ്ങളിലൂടെ ഇന്ന് പരിശോധന നടത്താനായിരിക്കും എന്തായാലും തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതേസമയം വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചിരുന്നു. കാരണം ജോയിയെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ കൂടി കോർപ്പറേഷനും റെയിൽവേയും പ്രതിപക്ഷവും തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റവും വാദപ്രതിവാദങ്ങൾ ഒപ്പം തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തു. എന്തായാലും കോർപ്പറേഷന്റെ വീഴ്ചയാണ് എന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. തങ്ങൾക്കിതിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാനില്ല. ഇതിന്റെ ഉത്തരവാദിത്തം ഈ പറയുന്ന കോർപ്പറേഷനാണുള്ളത്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വിവിധ നഗരപ്രദേശങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വേസ്റ്റാണ്, മാലിന്യങ്ങളാണ്. അവയെല്ലാം തന്നെ ഈ ടണലിനകത്തേക്ക് കയറി എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വേസ്റ്റ് വന്നതെന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഇതിനകത്തേക്ക് വന്നതിന്റെ കാര്യത്തെക്കുറിച്ച് തങ്ങൾക്കറിയില്ല. തങ്ങൾക്ക് ഇത് സംബന്ധിച്ച് കോർപ്പറേഷന് ഇതിന്റെ ക്ലീനിങ് പ്രോസസിന്റെ ചാർജ് നൽകണം, അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേയറുടെ ഒരു കത്ത് പോലും ലഭ്യമായിട്ടില്ല. അതേസമയം ഇത്തരത്തിൽ ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തുകൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചു എന്നും കൂടി കഴിഞ്ഞ ദിവസം ADRM വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് DRM അതേ നിലപാട് തന്നെ സ്വീകരിക്കുകയായിരുന്നു. റെയിൽവേയുടെ വിശദീകരണം വന്നതിന് ശേഷം, മറുപടി വന്നതിന് ശേഷം അതിനായി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് മേയർ രാജേന്ദ്രൻ തന്നെ ഇതെല്ലാം തള്ളി രംഗത്ത് വരികയും ചെയ്തു. അതായത് തങ്ങൾ കോർപ്പറേഷൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടില്ല, താനത് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ റെയിൽവേ ഈ ഒരു മാലിന്യം നീക്കം ചെയ്യണം തുടങ്ങിയ ആവശ്യപ്പെട്ട് നിരവധി തവണ കത്തുകൾ അയച്ചിട്ടുണ്ട്. അത് റിട്ടേണായി നൽകിയിട്ടുള്ളതാണ്. അതിന്റെ രേഖകൾ കാണിക്കാൻ തയ്യാറാണ്. കൂടാതെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ മാലിന്യങ്ങളും ഇതിലേക്ക് നിക്ഷേപിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ ദിവസം കൂടി ഈ ഒരു റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തിയ സമയത്ത് കൂടി റെയിൽ നീർ എന്ന് പറയുന്ന വെള്ളം അത് റെയിൽവേ സ്റ്റേഷനിൽ മാത്രമാണ് കിട്ടുന്നത്. അത്തരത്തിൽ നിരവധി കുപ്പികൾ അതിനകത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു, ചക്കുകെട്ട് കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ മനുഷ്യ വിസർജ്യം ഒഴുക്കുന്നത് പോലും അതിലേക്കാണ്. അവിടുത്തെ ബാത്റൂം കേന്ദ്രീകരിച്ചുള്ള അതിന്റെ പൈപ്പുകൾ ചെന്നെത്തുന്നത് ഈ ഒരു ടണലിലേക്കാണ് എന്നുള്ളതാണ് മേയർ അടക്കം ആരോപിക്കുകയും ചെയ്ത് അതിന്റെ ദൃശ്യങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ എന്നുള്ള ചോദ്യം കൂടി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് മേയർ വയ്ക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇനി നിയമപരമായി മുന്നോട്ട് പോവുക എന്നുള്ളൊരു ലക്ഷ്യമാണ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കാണുന്നത്. എന്തായാലും പ്രതിപക്ഷവും റെയിൽവേയും ഒക്കെ കോർപ്പറേഷനെ തല്ലി പറയുന്നു. അതേസമയം ഈ വീഴ്ച പറ്റിയത് തങ്ങൾക്കല്ല എന്നുള്ള നിലപാടിലേക്ക് കോർപ്പറേഷൻ എത്തുകയും ചെയ്തു. ആരാണ് ഇതിൽ ഉത്തരവാദി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു ചോദ്യമാണ് ഇല്ലെങ്കിലും ഇതിലൊരു വ്യക്തമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ 2 ദിവസമായി നേരത്തെ പറഞ്ഞ പോലെ എത്രയോ തരത്തിലാണ് ഈ ഹാർഡ് വർക്ക് നടത്തുന്നത്. അത് നമ്മുടെ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു തോട്ടിൽ നിന്ന് ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനായി എത്ര ശ്രമകരമായ, ഒരുപക്ഷെ ഇത്രയും വലിയൊരു ദൗത്യം സംസ്ഥാനത്ത് ഇത്രയധികം നീണ്ടുപോകുന്നതും ആദ്യമായിരിക്കും. ഇന്നലെ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചു, റോബോട്ടുകൾ ഇറങ്ങി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. മറ്റെന്തെങ്കിലും NDRF സംഘത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അവിടെ സ്കൂബ ടീമുണ്ട്. ഇതുവരെ ഈ പ്രവർത്തനങ്ങൾ ഏതു ഘട്ടത്തിലായി എന്നുള്ളതാണ് ഇപ്പോഴുള്ള തടസ്സം. ഇത് കണ്ടെത്താൻ എന്താണ്? മഴയുണ്ട്, ഒഴുകി വീണ്ടും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കുറച്ചുകൂടി എന്തെങ്കിലും അത്യന്താധുനികമായ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? നേവിയുടെ സംഘവും ഒക്കെ എത്തിച്ചേർന്നു ഇന്നലെ വൈകുന്നേരം എന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത്, അതായത് നിലവിൽ ഈ ടണലിൽ 117 മീറ്ററുള്ള ഈ ടണലിൽ തന്നെ ജോയി ഉണ്ട് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഇവർക്കെല്ലാം ഉള്ളത്. കാരണം അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടാകില്ല, ഒഴുകി പോകാനുള്ള സാധ്യതയില്ല എന്നാണ് കരുതുന്നത്. കാരണം ഈ ടണലിനകത്ത് 1-2 കർവുകളുണ്ട്. അപ്പൊ തന്നെ ഈ മാൻഹോളൊക്കെ ഉള്ള സ്ഥലത്തിന് മുമ്പ് ഈ വലിയ രീതിയിൽ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അത്തരത്തിൽ ചാക്കുകെട്ടുകൾ പോലെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തേക്ക് ഒഴുകിപ്പോകാൻ സാധ്യത കുറവാണ്. എങ്കിൽ പോലും തന്നെ അത്
എത്രത്തോളം ശരിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട്. പക്ഷേ ഈ 117 മീറ്റർ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോഴും പരിശോധന നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ മുഴുവൻ പ്രദേശങ്ങളെ, അതായത് ഈ 117 മീറ്ററും കവർ ചെയ്യാൻ ഈ സ്കൂബ ടീമിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം മാലിന്യം നീക്കം ചെയ്യാതെ അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ഒരാൾക്ക് മാത്രം അത് കിടന്നുകൊണ്ട് അകത്തേക്ക്, അതും പുറകിലേക്ക് നടന്നു നീങ്ങാൻ മാത്രമേ ഇവരെ കൊണ്ട് പറ്റൂ. കാരണം അതല്ല എങ്കിൽ ഇവർക്ക് തിരിച്ച് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അത്രയും ചെറിയ ടണലാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞിട്ടുള്ള ടണലാണ്. അതിനെക്കുറിച്ച് റെയിൽവേക്ക് പോലും വലിയ രീതിയിൽ ധാരണയില്ല എന്നാണ് പ്രധാനമായും കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. അത്തരത്തിൽ അതിന്റെ ഒരു പ്ലാനോ അല്ലെങ്കിൽ സ്കെച്ചുകളോ ഒന്നും തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നില്ല, അല്ലെങ്കിൽ അത് നൽകുന്നില്ല എന്ന് കൂടി അവർ പറയുന്നുണ്ട്. പക്ഷേ റെയിൽവേ പറഞ്ഞത് കൃത്യമായി ഇതിനകത്തേക്ക് 2 കർവുകളുണ്ട്. അതെല്ലാം തന്നെ നേരത്തെ അറിയിച്ചിട്ടുള്ളതായിരുന്നു. 2 മാൻഹോളുകളുണ്ട്. ഈ 117 മീറ്ററിൽ അതിന്റെ വ്യാപ്തി കൂടുന്നത് ഈ 5ാമത്തെ മാൻഹോളിലത്തെയാണ്. അതിന്റെ അടക്കം വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് റെയിൽവേ പറയുന്നത്. എന്തായാലും നിലവിൽ ഈ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് വീണ്ടും ഈ മഴ ഇപ്പോൾ പെയ്യുന്നത് അതൊരു അവർ കാണുന്നത് കുറച്ച് വാട്ടർ ലെവൽ കൂടുന്നത് നല്ലതാണ്. കൂടുതൽ കുറച്ചുകൂടി ഒഴുക്കുണ്ടാകുന്ന സമയത്ത് കുറച്ചുകൂടി മാലിന്യങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ വലിയ, അതായത് ഈ പലയിടത്തു നിന്ന് ഈ വാട്ടർ അതോറിറ്റിയുടെ പലയിടത്തു നിന്നുള്ള യൂണിറ്റുകളിൽ നിന്നുള്ള പമ്പുകൾ എത്തിച്ച്, കൂടുതൽ പവർ ഉള്ള പമ്പുകൾ എത്തിച്ച് അവിടെ നിന്ന്, അതായത് ഈ മെയിൻ അപകടം നടന്ന ആ 1ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ സമീപത്ത് നിന്ന് തടയണ കെട്ടിക്കൊണ്ട് അകത്തേക്ക് വെള്ളം അടിച്ചു കയറ്റി ഇനി ഈ മാലിന്യം പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ എന്തായാലും നിലവിലുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ധാരണയിലേക്കാണ് ഇതെത്തിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മറുവശത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ആ പ്രദേശങ്ങളിൽ കൂടി തെരച്ചിൽ നടത്താനുള്ള ഒരു നീക്കം കൂടി ഈ ഒരു ഘട്ടത്തിലുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഇന്നിപ്പോൾ ദൗത്യം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അതിൻ്റെ പൂർണ്ണ സജ്ജമായി തന്നെ ഇപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളി. അത്രത്തോളം മാലിന്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ 4 മീറ്ററോളം പൊക്കത്തിൽ മാലിന്യം ഇതിൻ്റെ അടിയിൽ കെട്ടിക്കിടപ്പുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മളിപ്പോഴാണ് പുറത്തു വരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ മാലിന്യത്തിലൂടെ നീങ്ങുന്ന രക്ഷാപ്രവർത്തകരുടെയൊക്കെ കാഴ്ചകൾ ഇന്നലെ നമ്മുടെ കേരളം വല്ലാത്ത തരത്തിലുള്ള ദുഃഖത്തോടെ, വിഷമത്തോടെ ആണ് നമ്മൾ കണ്ടത് എന്നുകൂടി. മനുഷ്യരാണ് ഇറങ്ങുന്നത്, റോബോട്ടുകളല്ല, മനുഷ്യരാണ് ആദ്യം മുതൽ തന്നെ ഇവിടെ ഇറങ്ങി ഈ മാലിന്യ കൂമ്പാരത്തിൽ, ഈ മാലിന്യ കുളത്തിൽ, നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും പേറുന്ന ഈ തോട്ടിലിറങ്ങി ഇത്ര വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. അവരുടെ ആത്മാർത്ഥതയെ ആ തരത്തിലാണ് നമ്മൾ കാണുകയും ചെയ്യേണ്ടത്. ഇപ്പോൾ ഇന്നും സമാനമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടി വരും. ഈ ജോയി എവിടെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നമുക്ക് കാണാം. ഈ ഭരണാധികാരികളൊക്കെ, മേയറും MLAയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവുമൊക്കെ പുറത്തു നിന്നുള്ള വർത്തമാനങ്ങളാണ് ഇന്നലെ മുതൽ തന്നെ. പക്ഷേ ഇത് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരുപാട് തൊഴിലാളികളെ കൂടി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാരെ കൂടി, സ്കൂബ ടീമുണ്ട്, ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്, നഗരസഭയുടെ ടീമുണ്ട്, ഒപ്പം NDRFൻ്റെ സംഘമുണ്ട്, നേവിയുടെ ആളുകളുണ്ട്. അവരൊക്കെ അത്രത്തോളം ആത്മാർത്ഥമായി തന്നെ ഈ മാലിന്യ കുഴിയിൽ, ഈ മാലിന്യ കൂമ്പാരത്തിൽ ഇറങ്ങി പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ മെഡിക്കൽ സംഘമുണ്ടായിരുന്നു. ഇവർക്കുള്ള മരുന്നുകൾ നൽകിയിരുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകൾ നൽകിയിരുന്നു. വൈറസുകളുണ്ട്, ബാക്ടീരിയകളുണ്ട്. അങ്ങനെ എത്രത്തോളം ഭീകരാവസ്ഥയിലാണ് അവർ ജോലി ചെയ്തത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. മിഥുൻ, ഇന്നലെയുള്ള തയ്യാറെടുപ്പുകളിൽ എവിടെയാണ് ഈ പ്രശ്നങ്ങളുള്ളത് എന്നുള്ളതുമുണ്ടല്ലോ. ഈ മാലിന്യ കൂമ്പാരമുണ്ട്. ഒപ്പം ഈ ഇന്നലെ നമ്മൾ മനസ്സിലാക്കുന്നത് റെയിൽവേയുടെ പല സ്ഥലങ്ങളിലും റെയിൽവേയുടെ മാൻ ഹോളുകളിലടക്കമുള്ള പരിശോധന ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഒഴുകിപ്പോയി കാണുമോ എന്നുള്ള പ്രശ്നമുണ്ടായിരുന്നു. അതിനപ്പുറം മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? നിലവിൽ അതായത് ഈ 117 മീറ്ററുള്ള ടണലിനകത്ത് തന്നെ ജോയി ഉണ്ട് എന്നുള്ളൊരു നിഗമനമുണ്ട്, അല്ലെങ്കിൽ പ്രാഥമിക നിഗമനം മാത്രമാണ്. അത്തരത്തിലൊരു പ്രതീക്ഷ കൂടി അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് സംഘാംഗങ്ങൾക്കുള്ളത്. കാരണം അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്ന്, അത് വിരളമാണ് എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും അധികം ഈ 117 മീറ്റർ ടണലിലും മുഴുവനും ആ മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ചെളിയുണ്ട്, ചെളിയും കുമിഞ്ഞു കൂടി നിൽക്കുകയാണ്. അത്രയും ചെറിയ ടണൽ പൊക്കത്തിൽ, അതിന്റെ ആ ഒരു ടണലിന്റെ അത്രയും പൊക്കത്തോളം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. ഒപ്പം തന്നെ വാട്ടർ ലെവൽ കുറഞ്ഞത്, അതായത് കഴിഞ്ഞ ദിവസം ഈ ഒഴുക്ക് കുറഞ്ഞത്
ഈ മാലിന്യം നീക്കം ചെയ്യുന്ന വലിയ രീതിയിൽ തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സ്കൂബ ടീമിനെ ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ നടന്ന് മുന്നിലേക്ക് നീങ്ങണമെങ്കിലൊക്കെ തന്നെ ഈ മാലിന്യം മാറ്റിയാലേ പോകാൻ പറ്റൂ. അത് ചാക്കുകെട്ടുകളായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കൂടാതെ തന്നെ ചെളി രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മോണിറ്ററിംഗ് സംവിധാനം ഉപയോഗിച്ചൊക്കെ ക്യാമറ ഇറക്കി അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അപ്പോൾ ആ ക്യാമറ ഉപയോഗിച്ച് കണ്ടെത്തിയ ആ ദൃശ്യം പിന്നീട് തെറ്റാണെന്ന് ഈ സ്കൂബ ടീം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അത് ചാക്കുകെട്ടുകളാണ് എന്നുള്ളതാണ് പിന്നീട് സ്ഥിരീകരണം നടത്തുകയും ചെയ്തത്. എന്തായാലും അതിനുശേഷം പിന്നീട് ഈ മൂന്നാമത്തെ മാൻഹോളില് അഞ്ചാമത്തെ മാൻഹോളിലെയും അവിടെയും മോട്ടോർ ഘടിപ്പിച്ച് അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത്, അതായത് ഈ ചെളി പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പമ്പ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചു. അതിനുശേഷം സ്കൂബ ടീം അവിടേക്ക് ഇറങ്ങി രണ്ട് വശത്തേക്കും, അതായത് അപകടം നടന്ന വശത്തേക്കും ഒപ്പം തന്നെ മറുവശത്തേക്കും ഈ പവർ ഹൗസ് റോഡിന്റെ മറുവശത്തേക്കും സ്കൂബ ടീം ഇറങ്ങി തെരച്ചിൽ നടത്തി. ഒരു അവസാനവട്ട തെരച്ചിൽ എന്ന രീതിയിൽ മുഴുവൻ പ്രദേശങ്ങളിലേക്കും എത്താൻ അവർ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അവിടെയൊന്നും തന്നെ ജോയിയെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. ചെളി നിറഞ്ഞു കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ താഴേക്ക് എവിടെയെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ ദിവസവും മുഴുവൻ പരിശോധിച്ചിട്ടും സാധ്യമായില്ല. ഇനിയുള്ളത് പ്രധാനമായും ഉള്ളത് ഈ മാലിന്യം നീക്കം ചെയ്താൽ മാത്രമേ അതിനകത്തേക്ക് പ്രവേശിക്കാനാകൂ എന്നുള്ളൊരു നിലപാടിലാണ് സ്കൂബ ടീം ഉള്ളത്. 7 മണിയോടുകൂടി, കഴിഞ്ഞ ദിവസം 7 മണിയോടുകൂടി അവരുടെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടും താൽക്കാലികമായി പിന്നീട് NDRFന്റെ നേതൃത്വത്തിൽ പരിശോധന വീണ്ടും നടക്കുന്നുണ്ടായിരുന്നു. മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വെള്ളം പമ്പ് ചെയ്ത് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആ സമയത്തും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. രാത്രി 9:30 കൂടിയാണ് നേവി സംഘം എത്തിയത്. നേവി സംഘം എത്തി കളക്ടറും ഒപ്പം തന്നെ മേയറും മറ്റ് ജനപ്രതിനിധികളും ഒക്കെയായി കൂടിയാലോചനകൾ നടത്തി. ഏകദേശം അരമണിക്കൂർ നീണ്ടുനിന്ന ഒരു കൂടിയാലോചനക്കൊടുവിലാണ് ഇത്തരത്തിൽ പമ്പ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുക, മാലിന്യം നീക്കം ചെയ്യുക, അതിനുവേണ്ടിയുള്ള അത്രയും ഹൈ പവറുള്ള പമ്പുകൾ എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ കൂടി എത്തുമെന്നാണ് അധികൃതർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒപ്പം തന്നെ മറുവശത്ത് ഉള്ള സ്ഥലങ്ങളിലേക്ക് ഒരുപക്ഷെ ഒഴുകിപ്പോയിട്ടുണ്ടോ ആ സമയത്ത് എന്നുള്ളതടക്കം പരിശോധിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും 44 മണിക്കൂർ കഴിയുമ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ആകട്ടെ, സ്കൂബ ഡൈവിംഗ് ടീമിന്റെ ആവട്ടെ, NDRFന്റെ ടീമിന്റെ ആകട്ടെ, എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള ഒരു സഹകരണം അത് വലിയ രീതിയിൽ ഈ ദുഷ്കരമായ ഈ ഒരു പ്രവൃത്തിയെ ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടി അവർ ഒന്നടങ്കം അതിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ നമ്മളെ തന്നെ വളരെയധികം നടക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ്. കാരണം അത്രയധികം മാലിന്യമുണ്ട്. അവിടേക്ക് ആരും ഇറങ്ങാൻ മടിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവർ ഇറങ്ങി ഇത്രയും ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ജോയിയെ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് തന്നെ അത് സാധ്യമാകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. രാവിലെയോടുകൂടി ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ആ വെള്ളത്തിന്റെ തോത് കൂടുന്നത് നല്ലതാണെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഒഴുക്കുള്ളപ്പോൾ ചെറിയ രീതിയിൽ മാലിന്യങ്ങൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ആ സമയത്ത് എവിടെയെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ ആ സമയത്ത് ജോയിയും പുറത്തേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഒഴുകി എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ കരുതി ചെയ്യുന്നത്. അതിനുവേണ്ടി മൂന്നാമത്തെയും അഞ്ചാമത്തെയും പ്ലാറ്റ്ഫോമുകളിലുള്ള ഈ മാൻഹോളുകളിലും ഈ സ്കൂബ ടീമും ഒപ്പം NDRFന്റെ നേതൃത്വത്തിൽ പരിശോധന തുടങ്ങിയിരിക്കുകയാണ് രജിത്തപ്പോൾ. അതാണ് സാഹചര്യം. ഇപ്പോൾ മാൻഹോളിലും മറ്റുമായുള്ള പരിശോധനകൾ സ്കൂബ ടീമും NDRF സംഘവും നേവിയും അടക്കം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നും സജീവമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ തുടരും. അല്പസമയത്തിനും തന്നെ ആരംഭിക്കും. ഏതായാലും 3-ാം ദിവസമാണ് ഈ ദൗത്യം ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ഈ കാഴ്ചകൾ കാണുന്നുണ്ട്. വല്ലാത്ത തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നുണ്ട്. ഒരു ജീവൻ ഏതെങ്കിലും തരത്തിൽ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ വാർത്തകളിൽ തന്നെ നമുക്ക് നിൽക്കാം. ഒപ്പം കോപ്പ അമേരിക്കയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ട്. മഴയുടെ വാർത്തകളുണ്ട്. മഴ അതിശക്തമായി തന്നെ സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 6 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ച സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. വളരെ പെട്ടെന്ന് ആ വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
അനുസരിച്ച് ഇപ്പോൾ ഡൈവ് ചെയ്ത ഉദ്യോഗസ്ഥരിൽ ചിലർ ആ 3 പേരിൽ ഒരാൾ ഒരുപക്ഷെ മുകളിലേക്ക് കയറി വരാൻ ശ്രമിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമായി അവർക്ക് താഴെ നിന്ന് മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ലാഡർ അടക്കം എത്തിച്ചിട്ടുണ്ട്. അവർ സ്വാഭാവികമായി മുകളിലേക്ക് കയറുമ്പോൾ മാത്രമേ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്, 40 മീറ്ററിൽ എന്താണ് തടസ്സം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. പക്ഷേ നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് 40 മീറ്റർ ചുറ്റളവിനുള്ളിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ. അഗ്നിശമന സേന ഉദ്യോഗസ്ഥർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഇന്ന് പുലർച്ചെയോടെയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 30 അംഗങ്ങളടങ്ങുന്ന ടീം കൂടി തിരുവനന്തപുരത്തേക്ക് ആമയിഴഞ്ഞൻ റോഡിൽ ഈ അപകടം നടന്ന സ്ഥലത്തെത്തിയത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് 4ാമത്തെ നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഈ പ്ലാറ്റ്ഫോമിനുള്ളിലെ മാൻഹോളിനുള്ളിലേക്ക് 3 പേർ ഇറങ്ങിയിരിക്കുകയാണ് ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ. അതിൽ 2 പേർ ഡൈവ് ചെയ്യുന്നു. ഒരാൾ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകി അവർക്കൊപ്പം താഴെ തന്നെയുണ്ട്. താഴെ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ സംസ്ഥാനത്ത് അതിതീവ്ര മഴ. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ വയനാട് കൂടി അവധി പ്രഖ്യാപിച്ച കാര്യമുണ്ട്. 6 എന്നല്ല, ഇപ്പോൾ 7 ജില്ലകളിൽ അവധിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. കാറ്റിന് വേഗം മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ ആകാമെന്നും മീൻ പിടിക്കാൻ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. ഒപ്പം തന്നെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ 18 വരെ മഴ തുടരും. ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. വടക്കൻ തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ കാലവർഷ കാറ്റ് ശക്തി പ്രാപിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കേരള, തമിഴ്നാട് തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകൾക്കും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾക്കും പൂർണ്ണമായ വിലക്കുണ്ട്. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയാകാമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ മീൻ പിടിക്കാൻ കടലിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കെ വി ബൈജുവും കാസർഗോഡ് നിന്ന്, കൊച്ചിയിൽ നവമിയും ഏറ്റവും പുതിയ മഴ വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, കാസർഗോട്ടെ സാഹചര്യം എങ്ങനെയാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ വലിയ മഴ രേഖപ്പെടുത്തിയ ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ്. തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെ രാത്രി മുതൽ നിർത്താതെ പെയ്യുന്ന മഴയിൽ മിക്കയിടങ്ങളിലും വെള്ളം കയറിയ ഒരു സാഹചര്യം തന്നെയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഈ അവധി ബാധകമല്ല, അതുപോലെ തന്നെ പരീക്ഷകൾക്കും ബാധകമല്ല. അതേസമയം കണ്ണൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ട്. ഏതായാലും ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ 24 മണിക്കൂർ, അതായത് ജില്ലാ ആസ്ഥാനത്തും ഒപ്പം താലൂക്ക് കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വിനോദസഞ്ചാര മേഖലകളിൽ ഇന്നും നാളെയും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും തീരദേശ പ്രദേശത്തുള്ള പള്ളിക്കര ബീച്ച്, അതുപോലെ തന്നെ അജാനൂർ കൈറ്റ് ബീച്ച്, ചെമ്പേരിക്ക, പിന്നീട് മലയോര മേഖലകളിലുള്ള റാണിപുരം തുടങ്ങിയ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും അടച്ചിടും. ഇന്നും നാളെയുമാണ് അവധി. ഇത്തരം പ്രദേശങ്ങളിലേക്ക്, അതായത് വിനോദസഞ്ചാര മേഖലകളിലേക്ക് ആരും ഇന്ന് പോകരുത് എന്ന പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നും ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനമുള്ളത്. ഒപ്പം ദക്ഷിണ കന്നഡ ജില്ലയിലും കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇത്തരത്തിൽ മിക്കയിടങ്ങളിലും വെള്ളം കയറിയ ഒരു സാഹചര്യം തന്നെയാണ്. ഇവിടെയും ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും മലവെള്ള
വെള്ളപ്പാച്ചൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഏതായാലും നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം കണ്ണൂരിലാകട്ടെ നിരവധി ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ ഇന്നലെ ശക്തമായി വീശിയടിച്ച കാറ്റിൽ നിരവധി സ്ഥലങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക ഇടങ്ങളിലും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം ഇന്നലെ മുതൽ പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും അതീവ ജാഗ്രത തീരദേശത്തുള്ളവരും അതുപോലെ തന്നെ മലയോര മേഖലകളിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കെ വി ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലേക്ക് ഒന്ന് പോകണം. കൊച്ചിയിലും ഇന്നലെ രാത്രിയിലാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. നവമി, എറണാകുളത്ത് എങ്ങനെയുണ്ട് സാഹചര്യം? ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നവമി നിൽക്കുന്ന സ്ഥലത്ത് മഴയില്ല എന്നുള്ളതാണ്. ഈ മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ അതോ മഴയുടെ പശ്ചാത്തലമുണ്ടോ അവിടെ? രഞ്ജിത്ത്, എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഇന്നലെ രാത്രിയാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. അതിശക്തമായ മഴയും കാറ്റും കണക്കിലെടുത്താണ് ഇത്തരത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. പക്ഷേ പരീക്ഷകൾക്ക്, നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി അതിശക്തമായിട്ടുള്ള ഒരു മഴയുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ മഴ പെയ്യുന്നുള്ളൂ. അത് വലിയൊരു ആശ്വാസമാണ്. ഇന്ന് രാവിലെയൊന്നും പൊതുവെ എറണാകുളം ജില്ലയിൽ മഴ എങ്ങും തന്നെ ലഭിച്ചതായി വിവരം ലഭിക്കുന്നില്ല. ഒപ്പം ഈ ഏതെങ്കിലും തരത്തിലുള്ള മഴ, അതിശക്തമായിട്ടുള്ള മഴയുണ്ടാവുകയോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ തീരദേശത്ത് താമസിക്കുന്നവർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം അങ്കമാലി ഭാഗത്ത് ഒരു കാറിന് മുകളിൽ മരച്ചില്ലകൾ വീണ് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതൊഴിച്ചാൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. എന്തായാലും തീരദേശത്തുള്ളവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മലയോര മേഖലയിലുള്ളവരും കൃത്യമായി ജാഗ്രത പാലിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായാൽ എവിടുന്ന് എത്രയും വേഗം സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊച്ചിയെ സംബന്ധിച്ച് ഒരു മഴ ശക്തമായ ഒരു 1-2 മണിക്കൂർ തുടർച്ചയായി നിന്നാൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് വെള്ളക്കെട്ടായിരിക്കും. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇങ്ങനെ മഴ പെയ്താലും വെള്ളം കെട്ടാത്തൊരു സാഹചര്യത്തിൽ ക്ലീനിംഗ് ഒക്കെ കൃത്യമായി, ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങൾക്കൊടുവിൽ അത് കൃത്യമായി തന്നെ കോർപ്പറേഷൻ ചെയ്തതുകൊണ്ട് ഇപ്പോൾ കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് വളരെ കുറവാണ്. എങ്കിലും ഇടറോഡുകൾ മാത്രമായിരിക്കും പ്രധാനമായും വെള്ളക്കെട്ടുകൾ ഉണ്ടാവുക. എന്തായാലും ഇന്നലെയോ ഇന്നോ ഒന്നും അത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാരത്തിലൊക്കെ പോകുന്നവർ ഒരു ജാഗ്രത പാലിക്കണം. കഴിയുന്നത് മലയോര മേഖലകളിലേക്കോ അല്ലെങ്കിൽ ബീച്ചുകളിലേക്കൊന്നും പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കൊച്ചിയിൽ മഴയില്ല. രഞ്ജിത്ത്, കൊച്ചിയിൽ ഇപ്പോൾ മഴയില്ല, പക്ഷേ അവിടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ മഴയ്ക്കുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച 7 ജില്ലകളിൽ ഒന്നായി എറണാകുളവുമുണ്ട്. മറ്റൊരു വാർത്ത, നവമിയും തുടരണം. മറ്റൊരു വാർത്തയിലേക്ക് കൂടെ നവമിയിൽ നിന്ന് വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. അതായത് എറണാകുളം ചെങ്ങമനാട് ആത്മഹത്യ ചെയ്ത 14-കാരൻ ഓൺലൈൻ ഗെയിമിന്റെ ഇരയെന്ന് പോലീസ് പറയുന്നു. ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം നടത്തും. ആലുവ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. നവമി, എന്താണ് ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം? ഈ പോലീസ് ഈ ഒരു നിഗമനത്തിലെത്തിയത് അതെങ്ങനെയാണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് 14 വയസ്സുകാരൻ ആജ്ഞലിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂൾ വിട്ട് വന്നതിന് ശേഷം മുറിയിൽ കയറി റൂം അടച്ചതായിരുന്നു. പിന്നീട് വീട്ടുകാര് സ്കൂൾ വിട്ട് വന്ന് സാധാരണ റെസ്റ്റ് എടുക്കുന്ന രീതിയിൽ മാത്രമേ അവർ കണക്കാക്കിയുള്ളൂ. കുറെ സമയം കഴിഞ്ഞിട്ടും ആജ്ഞലിനെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് ശരീരത്തിലാകെ ഈ റെയിൻകോട്ട് ഉപയോഗിച്ച് അതിനുശേഷം സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് കെട്ടി വായൊക്കെ മൂടിക്കെട്ടിയ രീതിയിലായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് വളരെ പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണത്തിന്റെ ഒരു രീതിയിൽ ബന്ധുക്കൾക്ക് മനസ്സിലായത്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ആജ്ഞയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസിനെ അറിയിച്ച ഒരു ദുരൂഹത ഇവർക്ക് തോന്നി. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ആജ്ഞൽ ഈ ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഗെയിമിലെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് ആജ്ഞലിനെ നയിച്ചതെന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. എന്തായാലും ആജ്ഞലിന്റെ അമ്മയുടെ ഫോണിൽ നിന്നും ഡെബിൾ എന്നു പേരുള്ള ഒരു
ഗെയിമും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലെ ഒരു ഗെയിമറുടെ നിർദ്ദേശം അനുസരിച്ചാണ് ആറ്റിൽ ഇങ്ങനെ തൂങ്ങി മരിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇതിലൊരു അന്വേഷണം നടത്തുന്നത്. നമുക്കറിയാം ഇതിനു മുൻപും ഈ ഓൺലൈൻ ഗെയിമുകളിലെ മരണക്കെണി അത് വലിയൊരു ചർച്ചയാകുകയായിരുന്നു. പിന്നീട് വീണ്ടും ഇത്തരത്തിൽ ആവർത്തിക്കുമ്പോൾ വലിയ ഭയപ്പെടുത്തുന്ന വാർത്തകൾ കൂടിയാണ് പുറത്തു വരുന്നത്. എന്തായാലും ആറ്റിന്റെ മാതാപിതാക്കൾ ഉറപ്പിക്കുന്നുണ്ട് മകൻ ഒരു ഗെയിമിന് അടിമയായിരുന്നു എന്ന്. പക്ഷേ അത് ഇത്തരം വലിയൊരു ചതിക്കുഴിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. പലപ്പോഴും ആറ്റിൽ ഇങ്ങനെ ഗെയിം കളിക്കുന്നത് അല്ലെങ്കിൽ മണിക്കൂറുകളോളം ഗെയിമിന് അടിമയായി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് പിന്നിൽ ഇത്രയും വലിയൊരു ചതിക്കുഴി ഉണ്ടെന്നുള്ളത് അവരെയും ഞെട്ടിപ്പിക്കുകയാണ്. എന്തായാലും ഈ മാതാപിതാക്കളുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വിശദമായിട്ടൊരു മൊഴിയെടുക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പിന്നീട് ഈ ഗെയിമിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. രഞ്ജിത്ത്. നവമി ദിനേശാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. നമുക്ക് മറ്റ് വാർത്തകളുണ്ട്. കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരം അത് പുരോഗമിക്കുന്ന സംഗതി കൂടിയുണ്ട്. ഇപ്പോൾ ആദ്യ പകുതിയിൽ ഗോൾ രഹിത സമനിലയിലാണ് ആദ്യ പകുതി. ആവേശകരമായ മത്സരം തന്നെയാണ്. ഇരു ടീമുകൾക്കും നിരവധിയായ അവസരങ്ങൾ ലഭിച്ചു എങ്കിൽ പോലും അത് മുതലാക്കാനായില്ല എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരണം, മറ്റ് വാർത്തകളിലേക്കും വരണം ഇടവേളയ്ക്ക് ശേഷം. എത്താൻ പ്രത്യേക സജ്ജീകരണങ്ങളുമായി ഉദ്യോഗസ്ഥരുണ്ട്. സ്വാഭാവികമായി നമുക്കറിയാം മനുഷ്യസാധ്യമായതെല്ലാം ഇന്നലെ ഒരു പകൽ മുഴുവൻ ചെയ്തതാണ്. പക്ഷേ രാത്രി വൈകിയും ആ നടപടികളിലേക്ക് കടക്കാൻ അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം തേടുന്ന തരത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത്. ഇപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 40 മീറ്ററിനുള്ളിൽ ഈ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന സ്ഥലത്ത് 40 മീറ്റർ ചുറ്റളവിനുള്ളിൽ അദ്ദേഹം കുടുങ്ങിയിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലാണ്. ഇപ്പോൾ ഇരുവശങ്ങളിൽ നിന്നുമായി അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ മാൻഹോളിൻ്റെ 2 വശങ്ങളിൽ നിന്നുമായി ഒരേപോലെ അതിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം അഗ്നിശമന സേനാംഗങ്ങളും സ്കൂബ ഡൈവേഴ്സും NDRF സേനാംഗങ്ങളും ചേർന്ന് നടത്തുന്നത്. തിരുവനന്തപുരം റീജിയണൽ ഫയർ ഓഫീസർ അബ്ദുൾ റഷീദ് അദ്ദേഹം ഇന്നലെ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയാലാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയ്ക്കുള്ള മാൻഹോളിൽ നിന്ന് നമ്മൾ ഓപ്പണിങ്ങിലേക്ക് എൻട്രി പോയിന്റിലേക്ക് നമ്മൾ സെർച്ച് ചെയ്തു. അപ്പോൾ ഏതാണ്ട് 40 മീറ്റേഴ്സ് ഇപ്പോൾ അവർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിനിടയ്ക്കുള്ള എൻട്രി പോയിന്റിനും ഈ 3rd പ്ലാറ്റ്ഫോമിനും ഇടയ്ക്കുള്ള ഏരിയ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ഡൈവേഴ്സ്, സ്കൂബ ഡൈവേഴ്സ്. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ഡൗൺ സ്ട്രീം നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് നോക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. അത് എത്രയും പോയിട്ടുണ്ടാകാമെന്നൊരു അങ്ങനെ ഒരു ഈ എവിടെയാണ് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്? നിങ്ങളിപ്പോൾ ആൾ ഉണ്ടെങ്കിൽ തങ്ങി നിൽക്കുന്നതിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഒരു തടസ്സം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ? ഇന്നലെ നമ്മൾ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് ഇന്ന് 91 വയസ്സ്. MT നടന്ന പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലെ കഥാവഴികൾ ഇപ്പോഴും ഓർമ്മകൾ കൊണ്ട് സമൃദ്ധമാണ്. MT എന്നാൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷമാണ്. അതിൻ്റെ ഓരോ ശാഖകളും കഥയും കഥാപാത്രങ്ങളുമാണ്. മാടത്ത് തെക്കേപ്പാട്ട് വീട്ടിൽ നിന്ന് MT വാസുദേവൻ നായരിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല. കൂടല്ലൂർ ഗ്രാമത്തേക്കാൾ പൊക്കത്തിലുള്ള MT എന്ന മഹാവൃക്ഷത്തിന്റെ ചുവട്ടിലാണിപ്പോഴും സാഹിത്യലോകം. നാട്ടുവഴികളും കാവുകളും വയലേലകളും നിളയും പരന്നുകിടക്കുന്ന ഗ്രാമാന്തരീക്ഷത്തെ കഥകൾ കൊണ്ട് നിറച്ച മാടത്ത് തെക്കേപ്പാട്ട് വീട്ടിലെ വാസുദേവൻ നായരുടെ ജൈത്രയാത്ര ഇവിടെ നിന്നാണ് തുടങ്ങിയത്. കൂടല്ലൂരിലെ വയൽമണ്ണിന്റെ ഗന്ധമുള്ള കഥകളും കഥാപാത്രങ്ങളും നടന്നു നീങ്ങിയ നാട്ടുവഴികൾ ഇപ്പോഴും MTയെ തിരയുന്നുണ്ട്. വാസ്തവത്തിൽ 7 തലമുറകളിൽ സ്വാധീനിക്കുന്ന ഒരു എഴുത്തുകാരനാണല്ലോ MT. അപ്പോൾ അത് തലമുറകളില്ലാതെ MTക്ക് ആരാധകന്മാരുണ്ട്, വായനക്കാരുണ്ട്. അപ്പോൾ MTയുടെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് കൂടല്ലൂരിൻ്റെ
മിക്കവാറും കഥകൾ അസുരവിത്തായാലും നാലുകെട്ടായാലും ഒക്കെ ഇവിടുത്തെ പശ്ചാത്തലത്തിൽ എഴുതിയ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി ഒന്നും ഒപ്പിയെടുക്കാനില്ല. നായർ സമുദായത്തിന്റെ ആചാരനിബിഡമായ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ച അപ്പുണ്ണി വിരാജിച്ചത് നാലുകെട്ടിലായിരുന്നു. മാതൃസിദ്ധാന്തത്തിന്റെ അപജയത്തെ ആലേഖനം ചെയ്ത MTയുടെ നാലുകെട്ടിന്റെ സാഹിത്യമൂല്യം മലയാളത്തിന്റെ നെറുകയിലാണ്. ഒരു ദേശത്തിന്റെ ചരിത്രവും കാലഘട്ടത്തിന്റെ രൂപരേഖയുമായിരുന്നു അസുരവിത്ത്. ജീവിത സമൃദ്ധിക്ക് നാവ് കാണുമ്പോഴും കാലഗതിയുടെ കടുന്തുടികൾ കേട്ട് നടുങ്ങിത്തെറിക്കുന്ന മനുഷ്യരുടെ ജീവിതമാണ് മാറ്റത്തിൽ MT വരച്ചിട്ടത്. MT കൃതികളുടെ ജന്മഗേഹമായ മാടത്ത് തെക്കേപ്പാട്ട് വീട്ടിലെ സ്ഥാനീയരായി കൊടിക്കുന്ന് ഭഗവതിയുമുണ്ട്. ദൈവമുണ്ടോ എന്നറിയില്ല, കൊടിക്കുന്ന് ഭഗവതിയുണ്ടെന്ന് MT തന്നെ പറഞ്ഞിട്ടുണ്ട്. വിളിപ്പാടകലെ കൊടിക്കുന്ന് ഭഗവതിയും മലമൽക്കാവിലെ കുളപ്പടവിൽ നീലത്താമരയും കഥാകാരന്റെ ജീവിത പരിസരങ്ങളോട് കൂട്ടുകൂടുന്നുണ്ട്. കൂലം കുത്തിയൊഴുകുന്ന നിള ഭൂതകാലത്തിന്റെ ഓർമ്മപ്പൂക്കളാണ്. ഗതിതെറ്റി ചാലുകളായി പരിണമിച്ച നിളയും കുന്നിൻമുകളിലെ കണ്ണാന്തളിപ്പൂക്കളും കഥാകാരന്റെ വഴികളിലെ സമൃദ്ധിയുടെ കാവ്യപുസ്തകങ്ങളായിരുന്നു. MT എല്ലാ കഥാപാത്രങ്ങളും ഇവിടെ തന്നെയാണ്. കുട്ടിയാടത്തി, അപ്പോൾ അസുരവിത്തും, അതൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ചില കുടുംബ ബന്ധങ്ങളിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ആ കാലത്ത് വായനക്കാരില്ല കേട്ടോ. MTയുടെ കാലഘട്ടത്തിൽ MT തുടങ്ങുന്ന കാലത്ത് വായനക്കാരില്ല, കൂടല്ലൂരും ഇല്ല. അപ്പോൾ ഇന്നാണെങ്കിൽ ഇപ്പോൾ മറ്റേ നിർമാല്യം വളരെ ചെറുപ്പത്തിൽ ചെയ്തു. അപ്പോൾ മൂപ്പര് എന്താ വെച്ചെങ്കിൽ അത് ഒരു ഇപ്പോൾ ഇവിടെ ജനിച്ചോ അല്ലെങ്കിൽ മാടത്തേക്കപ്പെട്ട് ജനിച്ചോ എന്നൊന്നുമല്ല, അദ്ദേഹം ഒരു പുണ്യജന്മാണ്. അപ്പോൾ അത് നാട്ടിനെ കൂടി പുണ്യാണ്. അത്രയേ ഉള്ളൂ അതിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഇനി എല്ലാ ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രവും ഇല്ല. MT ഇപ്പോൾ ആൾക്കാരിപ്പോഴും വരുന്നു. ഒരു ദേശാടന ഒരു തീർത്ഥാടന കേന്ദ്രന്മാർ MTയുടെ ഗ്രാമത്തിലേക്ക് അവിടുന്നും ഇവിടുന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. കൂടല്ലൂരിന്റെ സായാഹ്നങ്ങളെ മഞ്ഞു പുതപ്പിക്കാൻ MTയുടെ കഥകളിലെ മനുഷ്യരാരും ഇപ്പോൾ വരാറില്ല. അവരൊക്കെ കഥാപാത്രങ്ങളായി മലയാളിയുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നു. ക്യാമറാമാൻ പ്രജിത്ത് കൊങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോവുകയോ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന മാതാപിതാക്കളുടെ കണക്കുകൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഈ ഒരു കാലത്തും ആശ്വാസം പകരുന്ന ഒരു കാഴ്ചയുണ്ട് ആലുവയിൽ. ഓർമ്മയും കാഴ്ചയും നഷ്ടപ്പെട്ട 78-കാരിയായ അമ്മയെ പ്രതിസന്ധികൾക്കിടയിലും ജീവിതത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മകൻ.
മുന്നിലെ ഇരുട്ടിലും തന്റെ മകൻ കൈയകലത്തു തന്നെയുണ്ടെന്ന വിശ്വാസമാണ് തങ്കമണി അമ്മയ്ക്ക്. അമ്മയുടെ ഈ വിശ്വാസം മകൻ സുരേഷ് ഒരിക്കലും തെറ്റിക്കാറുമില്ല. എവിടെ പോയാലും ഓടിപ്പാഞ്ഞ് അമ്മയുടെ അടുത്തേക്കെത്തും. വീട് മുഴുവൻ അമ്മയുടെ ചിത്രങ്ങളാണ്. ഓട്ടോ ഡ്രൈവറാണ്. പക്ഷേ അമ്മയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കാനാകാത്തതിനാൽ പലപ്പോഴും വീട്ടിൽ തന്നെ അമ്മയ്ക്ക് കൂട്ട്. അമ്മയെ വൃദ്ധസദനത്തിലാക്കാൻ പലരും ഉപദേശിച്ചു. പിന്നെ അമ്മേനെ നമുക്ക് ഉപേക്ഷിക്കാൻ നമുക്ക് താല്പര്യമില്ല. എല്ലാവരും പറഞ്ഞ അമ്മേനെ അതിനകത്ത് കൊണ്ടാക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് തെറ്റായ നടപടിയാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒരിക്കലും മക്കളെ കൊണ്ട് അതിനകത്ത് കൊണ്ടാക്കില്ല. പക്ഷെ നമ്മൾ മക്കൾ കൊണ്ട് അതിനകത്ത് കൊണ്ടാക്കും. അത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മേനകത്ത് കൊണ്ടായ അമ്മയ്ക്ക് ഓർമ്മയില്ലാത്ത കാരണം മനസ്സിലെന്നാലും ഓർമ്മ വരും. മക്കളുണ്ടല്ലോ, ഞാൻ നോക്കിയില്ലോ എന്നുള്ള ചിന്ത അമ്മയ്ക്ക് ഉണ്ടാവില്ലേ. എനിക്ക് പിന്നെ കുഴപ്പമില്ല, എനിക്ക് ഭാര്യ മക്കളൊന്നുമില്ല, എന്നെ കൊണ്ട് അതിനകത്ത് കൊണ്ടാക്കിയാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടാക്കുമ്പോൾ അമ്മ ചിന്തിക്കും, അയ്യോ എനിക്ക് മക്കളുണ്ടായിട്ട് എന്നെ നോക്കിയില്ലോ എന്ന്. 10 വർഷം മുൻപാണ് അമ്മയുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. ഏതാനും വർഷം മുൻപ് പിതാവ് മരിച്ചു. വിവാഹം കഴിച്ചയച്ച സഹോദരിമാരെ അമ്മയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലെന്ന് അവിവാഹിതനായ സുരേഷ് പറയുന്നു. ശ്രീമൂലനഗരത്തെ വീട് പ്രളയത്തിൽ പൂർണ്ണമായി മുങ്ങി. ബാങ്ക് വായ്പയെടുത്താണ് വീണ്ടും പണിതത്. തിരിച്ചടവ് മുടങ്ങിയതിനാൽ ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. അമ്മയുടെ ചികിത്സയും ജീവിത ചെലവുമെല്ലാം പ്രതിസന്ധിയായി മുന്നിലുണ്ട്. എങ്കിലും എല്ലാറ്റിനും അപ്പുറമാണ് അയാൾക്ക് അമ്മയോടുള്ള സ്നേഹം. ഇല്ല, ഞാൻ പോകൂല. ക്യാമറമാൻ മനോജ് നാനാട്ടിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ബാങ്ക് അക്കൗണ്ടിലോ GPay അക്കൗണ്ടിലോ നിങ്ങൾക്ക് സഹായമെത്തിക്കാം. സുരേഷ് കർത്ത എന്നാണ് മകൻ്റെ പേര്. ബാങ്ക് അക്കൗണ്ട് നമ്പർ 6724919194. ഒരിക്കൽ കൂടി 6724519194. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അത്താണി ബ്രാഞ്ചിലാണ്. IFSC കോഡും തൊട്ടുതാഴെയുണ്ട്. SBIN 0070789. ഗൂഗിൾ പേ നമ്പരുമുണ്ട്. 9072065320. 9072065320. മറ്റൊരു വാർത്ത, മലപ്പുറം കാളികാവ് ചോക്കാട് 40 സെന്റിൽ നിന്നും ഉള്ള ഒരു പോസിറ്റീവ് വാർത്തയാണ്. ആദിവാസികൾക്ക് വേണ്ടിയുള്ള വീട് നിർമ്മാണങ്ങൾ പലതും പകുതിക്ക് വെച്ച് നിലയ്ക്കുന്നതും അനന്തമായി നീണ്ടുപോകുന്നതും പതിവ് കാര്യങ്ങളാകുമ്പോൾ അതിൽ നിന്നും വേറിട്ട കാഴ്ചയാണ് ഇവിടെ. മികച്ച രീതിയിൽ മിന്നൽ വേഗത്തിൽ പണി പൂർത്തിയാകുന്നത് 24 വീടുകളാണ്. സംസ്ഥാനത്തിന് മാതൃകയാക്കാം ഈ 40 സെന്റ് മോഡൽ നിർമ്മാണത്തെ. വന്യജീവി ഭീഷണിയുടെ ഫലപ്രദമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം എന്ന ആവശ്യവും പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. CV അനുമോദിന്റെ റിപ്പോർട്ട്. ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിൽ ഒന്നായ ചോക്കാടാണ്. ചോക്കാട് പഞ്ചായത്തിൻ്റെ 6ാം വാർഡിൽ. ഇവിടെ വന്യജീവി പ്രശ്നങ്ങളും ആന തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇവിടെ നിന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ്. ഇവിടെ വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ പ്രദേശവാസികൾക്കായിട്ട് ഈ 40 സെന്റ് നഗറിൽ വീടുകൾ ഒരുങ്ങുകയാണ്. ഒരു വീടല്ല, 24 വീടുകൾ. ലൈഫ് പദ്ധതി പ്രകാരം സർക്കാരിൻ്റെ പിന്തുണയോടെ പഞ്ചായത്തിൻ്റെയും മറ്റു വകുപ്പുകളൊക്കെ പിന്തുണയോടെയാണ് ഈ 24 വീടുകൾ ഒരുങ്ങുന്നത്. ഇതിലെന്താണ് അത്ര പ്രത്യേകത എന്ന് വെച്ചാൽ 24 വീടുകൾ ഒരിടത്ത് ഒരേ വേഗത്തിൽ ഒരേപോലെ മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുന്ന തരത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ അടുത്തടുത്ത മെമ്പർ ശ്രീ ഷാഹിന ഗഫൂർ ചേരുന്നുണ്ട്. വളരെ
പോസിറ്റീവ് ആവുന്ന ഒരു വാർത്തയായിട്ടാണ് നമുക്കിതിനെ തോന്നുന്നത്. ഈ 24 വീടുകൾ ഒരേ സമയം നിർമ്മിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയല്ലേ, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാലത്തൊക്കെ? തീർച്ചയായിട്ടും അതെ. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ നഗറിലെ നമ്മുടെ 40 സെന്റ് ഭാഗത്ത് വളരെയധികം ബുദ്ധിമുട്ടിൽ വീടില്ലാതെ താമസിക്കുന്ന ആളുകളായിരുന്നു, ഷെഡിലൊക്കെ ഉള്ള ആളുകൾ താമസിച്ചിരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമുക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം നമുക്ക് നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് 24 വീട് ഈ ഒരു സമയം ഞാൻ മെമ്പറായി കയറിയതിന് ശേഷം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പല വീടുകളും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 വീടുകൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഇവരെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കാടിൻ്റെ ഏറ്റവും മോൾ ഭാഗത്ത് താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വീടെന്ന സ്വപ്നം അത് പൂവണിയാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് ഒരുപാട് ആശ്വാസമാണ് ഈ വീട് കിട്ടിയത്. എത്ര രൂപയാണ് ഓരോ വീടിനും? 4 ലക്ഷം രൂപ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊടുക്കും. പിന്നെ ഇവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 ലക്ഷം രൂപയും കൂടി കൂടുതൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിൻ്റെ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയമാണല്ലോ, എവിടെയെങ്കിലും ഇതിന് തടസ്സമായിട്ടുണ്ടോ? ഇല്ല, ഇവരെ സംബന്ധിച്ച് നമുക്ക് വലിയ തടസ്സമൊന്നും വന്നിട്ടില്ല, നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് പെരുമാറ്റച്ചട്ടം ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയായിരുന്നു. അതിപ്പോൾ മാറിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ വർഷത്തെ ഈ ഏപ്രിൽ മുതൽക്കുള്ള പൈസ നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് DPC പോയി അംഗീകാരം വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്ന് കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നേക്ക് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്? ഇപ്പോൾ ഏകദേശം പണി ലിൻഡൽ വാർപ്പ് വരെ ആയി നിൽക്കുകയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് അവരെ പുതിയ വീട്ടിലേക്ക് മാസങ്ങൾക്കുള്ളിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിക്കണം എന്നുള്ള ആഗ്രഹമാണുള്ളത്. ഏറ്റവും അധികം ഈ വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശം കൂടിയാണല്ലോ. ആണ് ഏറ്റവും കൂടുതൽ വന്യജീവി ആന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇവരെ വീട്ടിന്റെ മുന്നിൽ ആന വന്ന് നിൽക്കുന്ന അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ കാടുകളൊക്കെ, ഈ റബ്ബറിൽ വന്ന് നിൽക്കുകയാണ് ആന. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ വന്ന് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സന്ധ്യ മയങ്ങുന്ന നേരം ആകുമ്പോഴത്തേക്കും വീടിന്റെ മുന്നിലേക്ക് ഒക്കെ വന്ന്, കാര്യമായിട്ട് ചക്ക ഉള്ള സമയമായതുകൊണ്ട് ചക്ക തിന്നാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. വരുന്ന സമയത്ത് അവര് വീടിന്റെ മുന്നിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നശിപ്പിച്ച് പോവുകയാണ്. ഈ പുതിയ വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഈ വന്യജീവി ആക്രമണത്തിൽ നിന്നും സുരക്ഷ നൽകാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതല്ലേ? തീർച്ചയായും അത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലിടയ്ക്ക് ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഇവിടെ പത്മിനി എന്ന് പറഞ്ഞ അവരുടെ വീടിന് മുന്നിൽ ആന വന്നിട്ട് അവരുടെ വാഴയും അതുപോലെ തന്നെ അവരുടെ വീടിന്റെ ഓടടക്കം ഇളക്കി എടുത്ത സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ റിപ്പോർട്ടാക്കിയിട്ട് കളക്ടർക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കണം എന്നുള്ളതിലാണ് ഇവരെയും കൂടി കൂട്ടിയിട്ട് നിർദ്ദേശം എന്താണ് സുരക്ഷാ സംവിധാനങ്ങൾക്ക്? ഇവർക്ക് സുഖമായി ജീവിക്കാം. നമുക്കെന്നൊക്കെ നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു ആന വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും? അത് വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുപോലെ തന്നെ കണക്കാക്കിക്കൊണ്ടാണ് ഇവരെയും ഒരു മുൻകരുതൽ ഇവർക്ക് എടുക്കേണ്ടത്. അപ്പൊ അതിന് ആന കാട്ടിൽ നിന്ന് താഴത്തേക്ക് വരാതെ, ഇവര് താമസിക്കുന്ന ഏരിയയിലേക്ക് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് പ്രവർത്തനമാണോ ചെയ്യാൻ പറ്റുന്നത് അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ചേച്ചി, വീടിന്റെ പണിയൊക്കെ എത്രത്തോളായി? വീടിന്റെ പണി പാതിയായി നിൽക്കേ. ഇപ്പൊ ഈ വോട്ടിന്റെ തിരക്കായതുകൊണ്ട് പൈസ കയറാൻ കുറച്ച് വൈകി. ഇപ്പൊ പണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ അടുത്ത് തന്നെ പാസ്സാകും ഈ മാസം എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ ഒരു വീടിന്റെ പണി ഇങ്ങനെ ഉയർന്നു വരുമ്പോ ആശ്വാസം തോന്നുന്നുണ്ടോ? പിന്നെ 10-30 കൊല്ലായി ഒരു വീട്ടില് നിക്കൽ തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് തിരിയാനും പറ്റൂല, അപ്പുറത്തേക്ക് തിരിയാനും പറ്റൂല. അങ്ങനത്തെ ഒരു വീട് ആദ്യം ഇവിടെ കയറിനെ. ഇപ്പൊ ഇത് കയറി കിട്ടിയ സന്തോഷം തന്നെയാണ്. സ്വപ്നമാണല്ലേ? ചേട്ടന്റെ വീടാണ് ചേച്ചി പറഞ്ഞ അതേ മോഡൽ എനിക്കും പറയാനുള്ളൂ. ആനയുടെ ഒക്കെ പേടിയുണ്ടോ? ആനനെ പേടി പറഞ്ഞാൽ രാത്രിയല്ലേ, കുറഞ്ഞ പേടിയൊക്കെ ഉണ്ടാവും. ആർക്കും നിൽക്കായാലും നിൽക്കായാലും അതുണ്ടാവും. വേണ്ട എന്താ ഇവിടെ സുരക്ഷിതമായിട്ട് താമസിക്കണം അല്ലേ? അത്രേന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ, മതിലാണോ വൈദ്യുതി ഇതാണോ ആന വരുന്നതിനൊക്കെ നല്ലത് തടസ്സമാവാൻ? മതില് ശരിയല്ല, മതില് ഉള്ളതാണ്, അത് ഫുള്ളും പോയി. ഇനിയിപ്പോ കരണ്ടിന്റെ എന്തെങ്കിലും പരിപാടി വരികയാണെങ്കിൽ അതാണ് നല്ലത്. അല്ലാതെ ആന മതില് നമ്മളെ ഉയരം പൊന്നിച്ചാലും തട്ടിക്കളയും. അല്ലെങ്കിൽ പോയി നോക്കി. അതെ 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 അതെ, ഇതിന്റെ ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ ഒരു മേഖല. നമുക്കറിയാം, കാടിനോട് ഏറ്റവും ചേർന്നുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അല്ലെ, ധാരാളമായിട്ട് വന്യജീവികൾ വരുന്ന ഏറ്റവും വലിയ ഒരു പ്രദേശം ആദിവാസി താമസിക്കുന്ന സ്ഥലം കൂടിയല്ലേ 40 സെന്റ്? മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി കോളനിയാണ്. ആദിവാസി കോളനി ഇപ്പൊ നമുക്ക് പറയാൻ പാടില്ല. അപ്പൊ അത് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ അടുത്ത ഒരു കൂട്ടത്തില് ഞങ്ങൾ പുതിയൊരു പേര് ഞങ്ങളുടെ ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഔട്ട് ചെയ്തിട്ടില്ല. ഇപ്പോ നമ്മളെ തൊട്ടടുത്ത് തന്നെ ദിവസങ്ങൾ ഇപ്പൊ നിയമസഭ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കത് കഴിഞ്ഞതിന് ശേഷം
പുതിയൊരു പദ്ധതി നമ്മുടെ ഇവിടേക്ക് നമ്മളെ നഗറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതാക്കിയിട്ടുണ്ട്. സാധാരണ എല്ലായിടത്തും ലൈഫ് പദ്ധതി തുടങ്ങുന്ന സമയത്ത് ഒരു ആവേശമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ഫണ്ടിൻ്റെ അപര്യാപ്തത, കോൺട്രാക്ടറുകാരെ കിട്ടാത്ത അവസ്ഥ, ഇതിൻ്റെ പിന്നാലെ നടക്കാൻ ആളില്ലാത്തതുകൊണ്ട് മുടങ്ങിപ്പോകുന്ന പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലുള്ള ഒരു സ്ഥിരമായിട്ട് നേരിടുന്ന വെല്ലുവിളിയാണത്. എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിച്ചത്? അത് നമ്മൾ ഇത് വീട് കൊടുത്ത സമയത്ത് തന്നെ പാസ്സായി വന്ന എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി സമയത്ത് തന്നെ നമ്മൾ ഇത് വീട് പണി എടുക്കുന്ന ആളുകളെ കോൺട്രാക്ടർമാരെ വിളിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരോട് കൃത്യമായി ഇവരോടൊക്കെ പറയുന്ന ഒരു എഗ്രിമെന്റ് 200 രൂപയുടെ മുദ്ര പേപ്പറിൽ എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുവിധം വീടൊക്കെ നമ്മളിവിടെ കോളനിയിലുള്ള തന്നെ ഒരു പയ്യനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എപ്പോഴും കാണുന്ന ആളും കൂടി ആയപ്പോൾ അതിനോടൊരു താല്പര്യമുണ്ട്, ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള വീടുകളും പിന്നെ 2-3 വീടുകൾ നമ്മൾ ഇവിടുന്ന് പുറത്താണ് ഉള്ളത്. ഇവിടുന്ന് മാറി വേറെ സ്ഥലത്താണ് കയറ്റുന്നത്. അപ്പോൾ അതും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള 3 ആളാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് വീടിന് ലിസ്റ്റിൽ വന്നിട്ട് അവർക്ക് വീട് വെക്കേണ്ടാത്തത്. അത് ഒന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, പിന്നെ അതുപോലെ ഒന്ന് കൃഷി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഒന്നൊരു ബീറ്റ് ഫോറസ്റ്റിൻ്റെ ഇതിൽ കിട്ടിയ ആളാണ്. സർക്കാർ ജീവനക്കാരാണ് 3 ആൾ. അപ്പോൾ അവർ 3 ആളാണ് ഇപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്ത് നിൽക്കുന്നത്. പറയാൻ പ്രത്യേകിച്ച് കാരണം കുറേ കാലങ്ങളായി 76 തുടങ്ങിയ കോളനിയാണ്. ആ കോളനിയിൽ ഒരു വികസനങ്ങൾ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവർക്കുള്ള സൗകര്യാർത്ഥം കുറച്ചുകൂടി ചെയ്തു കൊടുക്കേണ്ടതാണ്. നല്ല മാറ്റമാണ്. തീർച്ചയായിട്ടും സന്തോഷം. കാരണം മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ആദിവാസി കോളനിയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ആളുകളെ നമ്മൾ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതിനുള്ള പിന്തുണയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. ഏതായാലും സന്തോഷം. ഇവരെ നല്ല വീടുകളിൽ താമസിക്കുന്നത് കാണാം. എന്നാണെങ്കിലും മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം കഴിയാൻ വേണ്ടിയിട്ടുള്ള അത് കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ നമ്മളെ സർക്കാരിന്റെ ഒരു പദ്ധതിയായിട്ടുള്ള അംബേദ്കർ ഡെവലപ്മെന്റ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് 1 കോടി രൂപയുടെ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ്. പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ MLA ഡേറ്റ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിയമസഭ ചേർന്നതിന് ശേഷം നമുക്കൊരു ഡേറ്റ് കിട്ടും. അപ്പോൾ അതുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോളനിയുടെ നമ്മളെ ഈ നഗറിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് രേഖകളില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും പല ആളുകൾക്കും നമുക്ക് വീട് കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്നത്. അപ്പോൾ ആ രേഖകളൊക്കെ ഇവിടെ ഇപ്പോൾ ഈ 27 വീടുകളിൽ തന്നെ 24 വീടുകളിൽ തന്നെ പല ആൾക്കാർക്കും രേഖകൾ ഉണ്ടായിരുന്നില്ല. വീട് വെക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാന രേഖകൾ വേണമല്ലോ. അതില്ലാത്തതുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഇപ്പോൾ ഇത്രയും എത്തിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരും കൂടി അടുത്ത ലിസ്റ്റിലാകുമ്പോഴത്തേക്കും അവർക്കും കൂടി കൊടുക്കാൻ സാധിക്കുന്നുള്ള ആഗ്രഹത്തിലാണ്. അതാണ് നമുക്ക് ഇവിടുന്ന് പങ്കുവെക്കാനുള്ളത്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല, വളരെ മാറ്റത്തിൻ്റെ പാതയിലൂടെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിച്ചത്. ഇവർ പറയുന്നത് പ്രധാന പ്രശ്നം ഈ വന്യജീവി ആക്രമണത്തിൽ നിന്നും സുരക്ഷ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നടപ്പിലാക്കണം എന്നൊരാവശ്യവുമാണ് ഇവർ ഉന്നയിക്കുന്നത്. ചോക്കാട് നിന്നും CB അനുമോദ്, ന്യൂസ് 18. ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തെരച്ചിൽ 3-ാം ദിവസമാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ സംഗതികൾ മുന്നോട്ട് പോകുന്നത്. രാവിലെ 6:30യോടുകൂടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സ്കൂബ സംഘവും നാവികസേനാ സംഘത്തിനോടൊപ്പം തെരച്ചിലുണ്ട്. സോണാർ ഉപയോഗിച്ച് ടണലിലെ ദൃശ്യങ്ങൾ ശേഖരിച്ചു ഇതിനകം തന്നെ. അതിനുശേഷമാണ് തെരച്ചിൽ ആരംഭിച്ചത്. എത്ര ഇരുട്ടിലും ഈ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് സോണാർ ക്യാമറ എന്നുള്ളത് അറിയാം. 3-ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള ടണലിലാണ് നാവികസേനാ സംഘം ഇപ്പോൾ പരിശോധന തുടരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് അതിൻ്റെ തയ്യാറെടുപ്പുകളുടെ ദൃശ്യങ്ങൾ കൂടി കാണാം പ്രേക്ഷകർക്കായി. എന്താണ് MG മിഥുനാണ് ചേരുന്നത്. മിഥുൻ, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? രഞ്ജിത്ത്, ഇപ്പോൾ ഈ നേവി സംഘം ഇപ്പോൾ ഇതിനകത്തേക്ക് പരിശോധനയ്ക്കായി ഇറങ്ങിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്കൂബ ടീം ഇറങ്ങി പരിശോധന നടത്തിയ മേഖലയിൽ കൂടിയാണ് ഇപ്പോൾ നേവി സംഘം ഇറക്കി അവർ പരിശോധന നടത്താൻ പോകുന്നത്. ഒപ്പം തന്നെ നേരത്തെ കളക്ട് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും പക്ഷെ അതിനകത്തും തന്നെ ഒരു യാതൊരുവിധ സൂചന നൽകുന്ന ഒരു പ്രതീക്ഷയും നൽകുന്ന തരത്തിലുള്ള ഒരു ചിത്രങ്ങളോ അതിനകത്ത് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് കുറച്ചുകൂടി ദുഃഖകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ നേവി സംഘം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും 3-ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള ആ ഒരു മാൻഹോളിലേക്കും വളരെ പരിശോധന നടത്തുകയാണ്. അതിനുശേഷം മറ്റു നടപടികൾ തീരുമാനിക്കാമെന്നാണ് അധികൃതരുമായി കൂടിയാലോചനയ്ക്ക് ശേഷം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ NDRFന്റെ നേതൃത്വത്തിൽ അപ്പുറത്ത് മറുവശത്ത് പമ്പ് ചെയ്തുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയാനുള്ള ഒരു നീക്കമുണ്ട്. ഒപ്പം തന്നെ സ്കൂബ ഡൈവിംഗ് ടീം ഇപ്പോഴും സജ്ജമാണ്. അവർ രാവിലെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ മറുവശത്തുകൂടി ഒരിക്കൽ കൂടി അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് അവസാനവട്ട ചർച്ച ഈ ഒരു കണ്ടെത്താൻ അവസാനവട്ട തെരച്ചിൽ എന്ന രീതിയിൽ
മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ അധികൃതരുടെ തീരുമാനം. എന്തായാലും സാധ്യമായ എല്ലാ സേവനങ്ങളും ഏകദേശം 3 ദിവസത്തോളമാകുന്നു. 44 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു ഉദ്യമം ആരംഭിച്ചിട്ട്. അതിനിടയിൽ നിന്നും തന്നെ ജോയിയെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ മാലിന്യം നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. മാലിന്യം കെട്ടി കൂടിക്കിടക്കുന്നതാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇതിന്റെ കൂടിയാലോചനകൾ നടത്തിയത്. രാത്രിയോടുകൂടിയാണ് നേവി സംഘം എത്തുകയും ചെയ്തത്. എന്തായാലും തുടർ നടപടി എന്ന രീതിയിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ജോയിയെ, ഈ 117 മീറ്റർ നീളത്തിലുള്ള ആ ടണലിനകത്ത് തന്നെ ജോയി ഉണ്ട് എങ്കിൽ ജോയിയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യാനാകും അതെല്ലാം തന്നെ ചെയ്യാൻ സന്നദ്ധമാണെന്നാണ് കോർപ്പറേഷനും ഒപ്പം തന്നെ സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മറ്റു വാദപ്രതിവാദങ്ങൾ പുറത്തു നടക്കുന്നുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ആദ്യം ഈ ജോയി എന്ത് പറ്റി, അദ്ദേഹത്തെ കണ്ടെത്താനാകുന്നില്ല, എങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് എത്തും എന്നടക്കമുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇനി ഉള്ള മണിക്കൂറുകളിൽ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തെ പുറത്തെത്തിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സ്കൂബ ടീമിന്റെ പരിശോധനയും ഒപ്പം തന്നെ നേവി സംഘത്തിന്റെ പരിശോധനയും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. നേവി സംഘവും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഏതായാലും ജോയിയെ കണ്ടെത്താനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവർ അധികാരികളുള്ളത് എന്ന് മനസ്സിലാക്കണം. മിഥുൻ, അവിടെ ഈ പറഞ്ഞതുപോലെ സോണാർ ക്യാമറയുടെ സഹായം തേടുന്നുണ്ട്. ചില ടണലുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നലെ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 5 ടണ്ണോളം മാലിന്യമാണ് ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന്, ഈ മാലിന്യ കുളത്തിൽ നിന്ന് മാറ്റിയത് എന്നുള്ളതാണ്. മാലിന്യം തന്നെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇന്നും മാലിന്യങ്ങൾ നീക്കുന്നതിനാണോ പ്രാധാന്യം നൽകുന്നത്? തീർച്ചയായും നിശ്ചിത, കാരണം മാലിന്യം നീക്കിയാൽ മാത്രമേ അകത്തേക്കുള്ള പ്രവേശിക്കാനാകൂ. ഒപ്പം തന്നെ ജോയി എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നോ അല്ലെങ്കിൽ മാലിന്യത്തിനടിയിലെങ്ങാനും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാകൂ. കഴിഞ്ഞ ദിവസം ഈ 5 ടൺ എന്ന് പറയുന്നത് അതിൽ വളരെ കുറച്ച് മാത്രം മാലിന്യം മാത്രമാണ് അത്രയും എന്ന് പറയുന്നത്. കാരണം അത് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മാത്രം നീക്കം ചെയ്തതാണ്. അതിനകത്തേക്കുള്ള മാലിന്യമൊന്നും തന്നെ ഇതുവരെയും നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അതിലും എത്രയോ ഇരട്ടി ഈ ടണലിനകത്ത് മാലിന്യം നിറഞ്ഞിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്കൂബ ടീം അവിടെ പരിശോധന നടത്തിയ ശേഷം തിരികെ വരുമ്പോൾ പറയുന്നത്. അവർക്ക് പോലും വലിയ രീതിയിൽ ശ്വാസം മുട്ടുന്ന തരത്തിലകത്തേക്ക് ഓക്സിജന്റെ ലഭ്യതക്കുറവുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. 40 അടി വരെ മാത്രമേ ആദ്യം മുന്നോട്ട് പോകാൻ സാധിച്ചത്. പിന്നീട് പല ഘട്ടങ്ങളിലൂടെ, അതായത് ഒറ്റ സ്വിച്ചിൽ ഒരേ രീതിയിൽ തന്നെ ഒരേ സൈഡിൽ കൂടി തന്നെ അകത്തേക്ക് പ്രവേശിക്കാനാകുന്നില്ല മുഴുവൻ പ്രദേശങ്ങളിലേക്കും എന്നുള്ളതാണ്. ഈ മാൻഹോളിലൂടെയാണ് 3-ാം പ്ലാറ്റ്ഫോമിലെയും 5-ാം പ്ലാറ്റ്ഫോമിലെയും മാൻഹോളുകൾ വഴിയാണ് പിന്നീട് ഈ സ്കൂബ ടീം ഇറങ്ങി പരിശോധന നടത്തുകയും ചെയ്തത്. എന്തായാലും അവിടെയും കണ്ടെത്താൻ ആയില്ല എന്നുള്ളതാണ്. എന്തായാലും മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഇന്ന് രാവിലെ തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വടങ്ങൾ വലിച്ചുകൊണ്ട് അകത്തേക്ക് ആളുകൾ പ്രവേശിച്ച് ഈ മാലിന്യം കെട്ടിവലിച്ച് പുറത്തിറക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ ഹൈ പവർ ഉള്ള പമ്പുകൾ എത്തിക്കാനുള്ള നിർദ്ദേശമുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിനുശേഷം പമ്പ് ചെയ്തുകൊണ്ട് മാലിന്യങ്ങൾ പുറത്തു കളയാനുള്ളൊരു നീക്കം കൂടി നടത്തും. അത് എത്രത്തോളം ഫലവത്താവും എന്നുള്ളതാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു മാൻഹോൾ കേന്ദ്രീകരിച്ച് വെള്ളം അടിച്ച് പുറത്തേക്ക് കളയാനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും തന്നെ അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ്. വിഫലമായി പോകുന്നതാണ് കാണാൻ സാധിച്ചത്. റോബോട്ടിക് സംവിധാനവും അതിന്റെ സേവനം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ അതിലും വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ മാലിന്യങ്ങൾ പുറത്തെത്തിക്കുന്നതിന് വലിയ രീതിയിൽ കാലതാമസം എടുക്കുന്നുണ്ടായിരുന്നു. കൂടാതെ വളരെ കുറച്ച് മാലിന്യങ്ങൾ മാത്രമാണ് ഈ ഒരു റോബോട്ടിക് സംവിധാനത്തിലൂടെ പുറത്തെത്തിക്കാൻ സാധിക്കുകയും ചെയ്തത്. അത് വലിയ തിരിച്ചടിയായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ റെസ്ക്യൂ ടീമിന്റെ എല്ലാം തന്നെ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു. വീണ്ടും തെരച്ചിൽ തുടരുകയാണ്. മഴ പെയ്യുന്നുണ്ട്. മഴ ഇത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള കാര്യം കൂടി അവർ നോക്കിക്കാണുന്നുണ്ട്. കൂടാതെ അകത്ത് വെള്ളത്തിന്റെ തോത് വളരെ കുറവാണ്. മാലിന്യവും ചെളിയും മാത്രം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകി വരുന്നത് നല്ലതാണ്. പുറത്തേക്ക് മാലിന്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം തന്നെ ആ സമയത്ത് ഒരു പക്ഷേ ഇവയെ കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. രഞ്ജിത്ത, അതാണ് സാഹചര്യം. ഏതായാലും പ്രതീക്ഷയുണ്ട്. പക്ഷെ അപ്പോഴും ശ്രമകരമാണ് ദൗത്യം. ജോയിക്കായുള്ള തിരച്ചിൽ 3-ാം ദിവസവും ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടം ഇനിയെങ്കിലും നമ്മുടെ
കണ്ണു തുറപ്പിക്കണം, അധികാരികളുടെ ബന്ധപ്പെട്ടവരുടെ കണ്ണു തുറപ്പിക്കണം. ഈ തോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ജനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കണം എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഒരു മാലിന്യ കൂമ്പാരത്തിനിടയിലാണ് ജോയി എന്ന ഈ കരാർ ജീവനക്കാരൻ കുടുങ്ങിയത്. ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എങ്കിൽ പോലും എങ്ങനെയാണ് അത് യാഥാർത്ഥ്യമാവുക എന്നതിലാണ് ഒരു പ്രശ്നം നിൽക്കുന്നത്. 3-ാം ദിവസമാണ് ഇപ്പോൾ ഈ തെരച്ചിലും മറ്റു കാര്യങ്ങളും മറ്റും തുടരുന്നത്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് വൈബ്സ് പൂർത്തിയാവുകയാണ്. നിരവധി വാർത്തകളുണ്ട്. ന്യൂസ് 8-നൊപ്പം തുടരുക. നമസ്കാരം.